Praise the Lord. Praise the Lord. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല രാത്രികാലത്തിനായി I want to thank God for this beautiful evening that we can come together and thank God for. കാൽഗറി എന്നുള്ള പേര് പോലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. I never had a memory of even thinking of Calgary. പക്ഷേ ഞാൻ എഡ്മണ്ടനിൽ വരാൻ തീരുമാനിച്ചപ്പോൾ അവിടെ നിന്ന് ഞാൻ വാൻകൂവറിലേക്ക് പോകാൻ മെഷീനിൽ ക്രമീകരിക്കപ്പെട്ടപ്പോൾ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് Calgary. And when I was in Edmonton and I was planning to go to Vancouver, and God just ministered to me and told me to go to Calgary. സുസൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കർച്ചില്ല കൂടുതൽ വരുന്നത്. As Dr. Susan reminded us, when the Holy Spirit works in our heart, and we feel like a powerful heart, heavy heart in the Spirit of God. ആർക്ക് വേണ്ടി അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. I have no idea why I have come here. എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല. I don't know why I'm here. പക്ഷെ എല്ലാം അറിയാവുന്ന ഒരു ദൈവമുണ്ട്. But there is a God who knows everything. ഈ രാത്രി ആ ദൈവത്തിന്റെ കാര്യങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. Tonight, I just want we all should commit ourselves in the hands of that great God. വാസ്തവമായിട്ടും ഒരു എന്താ പറയുന്നത്, കുശവന്റെ കയ്യിലെ പാത്രം എത്ര നന്നായിട്ട് മെനയുന്നുള്ളത് അതിന്റെ പാത്രത്തിന്റെ സബ്മിഷൻ അനുസരിച്ചിട്ടാണ്. And as we see how a potter makes the pot up in his hand, it depends on how the pot is submitted to the potter. റിപ്പീരിയസ് ആയിട്ടുള്ളതിനോട് ദൈവത്തിന് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ താമസമുണ്ടാകും. And it will take time for God to work in the hearts of people who have rebelliousness. സബ്മിഷൻ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാണ്. And if you are submitted to God, the things will go a little more smoother. സുസൻ പറഞ്ഞതുപോലെ ഉന്നതമായ ഒരു കുടുംബത്തിൽ ജനിച്ചു കൊണ്ടുവരുവാൻ എനിക്ക് അവസരമുണ്ടായി. Like Susan mentioned, I was born in a family, a privileged family. എന്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിന് ആത്മീയത്തോടുള്ള തീഷ്ണത കൊണ്ട് 16 ഏക്കറില ഒരു പള്ളി പണിതത്. My grandfather was so into the Spirit of God, and he just helped to build a church in 16 acres of land. ഒരു മറ്റുമക്കളുടെ ഒരു റെസിഡൻഷ്യൽ സ്കൂള് 33 ഏക്കർ മാർത്തോമ സഭയ്ക്ക് ഡൊണേറ്റ് ചെയ്തിട്ട് മിഷണറിമാരെ കൊണ്ടുവന്ന് ആദ്യത്തെ റെസിഡൻഷ്യൽ സ്കൂൾ അവിടെ തുടങ്ങി. And he wanted to establish the Church of Marthamite Church, and he donated 33 acres of land and built a school and brought missionaries from abroad. ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീടിന്റെ കിഴക്ക് വശത്തുള്ള മണിമലയാറിന്റെ തീരത്ത് എല്ലാ വർഷവും കൺവെൻഷൻ നടത്തുമായിരുന്നു. When I was a little girl, I used to remember there was a river just go by my house, and we used to have conventions every year. ഇതൊക്കെ ചെയ്തപ്പോൾ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. We always thought that because we are doing all these things, God is going to bless us. എന്നാൽ ഞങ്ങളുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് അനർത്ഥങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നു വന്നപ്പോൾ, But against all our hope, there are many tragedies happened in our family. ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചിന്തിക്കാനല്ല, മറിച്ച് ഈ ദൈവത്തിനെ ഉപേക്ഷിക്കാനായി എനിക്ക് മനസ്സ് വന്നു. When all these tragedies happened in our family, our first thought was, what is problem with our life and our walk with the Lord? Instead, we were just started doubting God. ഞാൻ പ്രാരംഭമായിട്ട് ഈ കോൺഗ്രിഗേഷനോട് പറയട്ടെ, ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ദുരന്തങ്ങൾ വരുമ്പോൾ അതിനെ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. I just want to remind you in the beginning of this conference that when you experience tragedy in your life, better to examine your own life. ഒരു ഇൻട്രോസ്പെക്ഷൻ, ആത്മപരിശോധന നമുക്ക് ആവശ്യം. And we need to do a search in our spiritual life. അതെന്തുമായിക്കോട്ടെ, കുടുംബജീവിതമായിക്കോട്ടെ, എഡ്യൂക്കേഷനിലായിക്കോട്ടെ, കരിയറിലായിക്കോട്ടെ, എവിടെയെങ്കിലും പ്രതീക്ഷകൾ അസ്തമിക്കുന്നെങ്കിൽ നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാൻ സമയമെടുക്കുന്നത് നന്നായിരിക്കും. No matter whatever is the walk of life, even your professional field or your educational field, whatever it is, it's better to do a search in our spiritual life where we are at this right now. മനുഷ്യന്റെ ജന്മസിദ്ധമായ സ്വഭാവമാണ് പരാജയങ്ങൾ ആരുടെയെങ്കിലും മേൽ അടിച്ചേൽപ്പിക്കുക എന്നത്. It is the nature of people that when we experience the
failures in our life is we try to put it on somebody else. കണ്ണ് തുറന്ന് നഗ്നരെന്ന് കണ്ട് മരത്തിന്റെ പുറകിൽ ഒളിച്ച ആദമിനോട് എവിടെയെന്ന് ചോദിച്ചപ്പോ ആദം പറഞ്ഞത്, ഞങ്ങൾ നീ നടക്കുന്ന ശബ്ദം കേട്ട് ഞങ്ങൾ നഗ്നരാകൊണ്ട് വൃക്ഷത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കുകയാണ്. And when God asked the naked Adam, where are you? And Adam replied to him, we are hiding away from you because we are naked. ദൈവം തന്റെ നീതിയിൽ ആദമിന് ഒരു അവസരം കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം തിന്നുവോ? In his great righteousness, God gave Adam an opportunity to tell the truth, and God asked him, did you eat the fruit that I prohibited for you to eat? ദൈവം ചോദിച്ചത്, ഞാൻ അരുത് എന്ന് പറഞ്ഞത് നീ ചെയ്തോ? And God asked him, did you do what I told you not to do? അതിനൊരു മറുപടി പറയാതെ ആദം വേഗം കടക്കുന്നത് ഹവ്വയുടെ വിഷയത്തിലേക്കാണ്. Without answering God for that question, Adam is trying to accuse Eve for what he did. നീ എനിക്ക് തുണയായിട്ട് തന്നവൾ പറിച്ചു തന്നു ഞാൻ തിന്നു എന്ന് പറയും. And Adam replied that the one who gave me for help as my that Eve, and he gave me and I ate it. ഈവിനോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, സർപ്പം എന്നെ ചതിച്ചു. When God asked Eve, and he said, the serpent deceived me. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ആരെയൊക്കെ പഴി പറഞ്ഞാലും ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. No matter who we accuse about our own fault, we cannot escape from the face of God. മോശയുടെ പുസ്തകം എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി, ആദം എന്നോട് വിശ്വാസപാതകം ചെയ്തു. When Moses writes the book, and God says that Adam did something against what I told him. നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ആദത്തിനോട് ദൈവം പറഞ്ഞു. And God commanded him not to eat the fruit of the tree that's in the middle of the Garden of Eden. ആദം എന്തൊക്കെ ന്യായം പറഞ്ഞാലും പരിശുദ്ധാത്മാ വ്യക്തമായിട്ട് എഴുതി, ആദം എന്നോട് വിശ്വാസപാതകം ചെയ്തു. And no matter whatever Adam says, that the Holy Spirit writing this book that Adam did not believe in God. Adam has offended me, has broken the covenant. ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്തത് ആദം തെറ്റിച്ചു. And Adam broke the covenant that he made with God. ദൈവത്തോടുള്ള ഉടമ്പടി തെറ്റിച്ചത് ആദമാണെന്ന് ദൈവം ആവർത്തിച്ച് പറയുമ്പോൾ, and when God repeatedly says that Adam is the one broke the covenant, ആദമിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. Adam will have so many things to say. ആദം പറയുന്നു, ഞാൻ നഗ്നനാണിപ്പോൾ. Adam can say that I am naked. ഞാൻ വൃക്ഷത്തിന്റെ പുറകിലാണ്. I am behind the tree. പിന്നെ ഇത് ഹവ്വയാണ് പറിച്ചെനിക്ക് തന്നത്. And Eve gave it to me. അവളെ നീയാണ് എനിക്ക് തുണയായിട്ട് തന്നത്. And who gave Eve to me? കണ്ട എന്തെല്ലാം ന്യായങ്ങൾ ആദം പറയുമ്പോഴും And so many justifications. ദൈവം അത് അംഗീകരിക്കാൻ തയ്യാറല്ല. But God is not willing to accept ദൈവം it. പറഞ്ഞു, ആദം എന്നോട് വിശ്വാസപാതകം ചെയ്തു. But God says that Adam broke the covenant that he has with me. ജീവിതത്തിലെ പരാജയങ്ങളെ അപഗ്രഥിക്കുമ്പോൾ, When we look at the failures that happen in our life, ദൈവം ആഗ്രഹിക്കുന്ന നമ്മെ തന്നെ ഒന്ന് പുനഃപരിശോധിക്കാനാണ്. God wants us to examine our own life. നമ്മുടെ ആത്മീയ ഗോളത്തിൽ When we think about our spiritual life, അനുഗ്രഹങ്ങൾ പ്രസംഗിച്ച് കേട്ട് തഴപ്പിച്ച നിങ്ങൾക്ക് when we hear so many times about the messages about the blessing, ഒരുപക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്ന മെസ്സേജ് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരിക്കും. you may not be able to understand and accept the message I am going to provide you. But that's not my issue. ദൈവം എന്നോട് പറഞ്ഞ ആലോചന ഞാൻ പറഞ്ഞിരിക്കും. And that's not my issue, but God is going to give you the message that God gave me. I don't care whether I come to Calgary a second time. അതും എന്റെ വിഷയമല്ല. I don't really worry about if I'm going to be in Calgary again. ഇവിടെ ചില ജീവിതങ്ങളോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. Tonight God wants to speak to ദൈവ someone. ശബ്ദം ഇന്ന് കേൾക്കുന്നെങ്കിൽ, If you hear the voice of God, ഏത് കണ്ടീഷൻ ആണെങ്കിലും മാറ്റാൻ ദൈവം തയ്യാറാണ്. God is willing to change whatever circumstances you experience in your life. ദൈവത്തിന് ഇമ്പോസിബിൾ എന്നൊരു കാര്യമില്ല. There is nothing is impossible to God. എന്തുമായിക്കൊള്ളട്ടെ, Whatever it may be. ഫിസിക്കൽ ആയിക്കോട്ടെ, Or maybe it's a മോണിറ്ററി ഇഷ്യൂസ് ആയിക്കോട്ടെ, whatever it may be. ഫാമിലി ഇഷ്യൂസ് ആയിക്കോട്ടെ, Family issues. കരിയർ ആയിക്കോട്ടെ, Maybe your career. ഹെൽത്ത് അറ്റാക്ക് ആയിക്കോട്ടെ, Maybe health. ഇന്ന് രാത്രി Tonight. അതിന് മാറ്റം വരുത്താൻ ദൈവം വിശ്വസ്തനാണ്. And God can change that situation tonight. ഹല്ലേലൂയ. Hallelujah. ആമേൻ. Amen.
അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ആ ചിന്താ വിഷയം എന്ന് പറയുന്നത് യോഹന്നാൻ 5-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാണ്. Tonight we are going to spend some time on John chapter 5 verse 6. അവൻ കിടക്കുന്നത് യേശു കണ്ടു. And Jesus saw him lying. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ്, And he knew he already had been in that condition. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. He said to him, do you want to be made well? ഈ വാസ്തവത്തിൽ അതിന്റെ യഥാർത്ഥ പരിഭാഷ, The real translation for that particular word, will thou be made whole again? yes. Do you want to be made whole? Do you want to be made whole again? നിനക്ക് പിന്നെ പൂർണ്ണമായ അനുഭവത്തിലേക്ക് വരാൻ നിനക്ക് ഇഷ്ടമുണ്ടോ, മനസ്സുണ്ടോ? Do you willing to come to the real experience, the life experience? ദൈവം എപ്പോഴും നമുക്ക് പൂർണ്ണത തരാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. God always wants to give us the perfect life. നമുക്ക് സർക്കാർ ഒരു ജോലി കിട്ടിയാൽ മതി. We just wanted to get along with whatever situation we have. നമുക്ക് സർക്കാർ ഒരു വീടുണ്ടായാൽ മതി. We just wanted to have a house. നമുക്ക് സർക്കാർ ഒരു രോഗസൗഖ്യം കിട്ടിയാൽ മതി. We just wanted to have a healing in our body. പക്ഷേ ദൈവം അതിന്റെ തൽക്കാലം ഭാഗമായിട്ടല്ല ചെയ്യുന്നത്. ദൈവം നമുക്ക് പൂർണ്ണത തരാൻ ആഗ്രഹിക്കുന്ന But ദൈവം. God is not interested in giving you a temporary experience, but God is willing to give you an everlasting experience. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മനുഷ്യൻ കിടക്കുന്നത് യേശു കണ്ടു. And Jesus saw him lying down. യേശുവിനെ അവൻ കണ്ടില്ല. And he did not see Jesus. അവനിതിനു മുമ്പ് കണ്ടിട്ടുമില്ല. And he never seen Jesus before. അവൻ സൗഖ്യമായപ്പോൾ അവർ ചോദിച്ചു, നിന്നെ സൗഖ്യമാക്കിയത് ആരാണെന്ന്. And the people asked him when he got healed, who healed you? അവൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. And he said, I don't know. പക്ഷേ നമുക്ക് ദൈവത്തെ അറിയാത്തപ്പോഴും നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. But I want to remind you that even if we don't know God, that there is a God who knows us. 50 വയസ്സ് വരെ റിബലിയസ് ആയിട്ട് ദൈവമില്ലെന്ന് തെളിയിക്കാൻ എത്തീസ്റ്റ് ആയിട്ട് അഗ്നോസ്റ്റിക് ആയിട്ടും ഒക്കെ നടന്നു ഞാൻ. പക്ഷേ ദൈവം എന്നെ അറിഞ്ഞിരുന്നു. Up to 50 years, I just lived as a life as an atheist, and everything, whatever the society thinks that I was rebellious. എനിക്ക് ദൈവം എന്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ അനർത്ഥം വരുത്തി? And I always wanted to ask God why all these tragedies keep happening in our family. ഞങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങളെ സഹായിക്കാൻ കഴിയാത്ത ദൈവത്തെ എനിക്ക് വേണ്ട. And I decided that no matter what I did, this God is not willing to help me. ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഉണ്ടോ? And I just wanted to question that, is there a God who can help us? അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ദൈവത്തെ കണ്ടുപിടിക്കണം. Then I wanted to discover that God. ഞാൻ ദൈവത്തെ വേണ്ട എന്ന് പറയുമ്പോഴും When I say I don't need this God, ദൈവത്തിന് എന്ത് വേണമായിരുന്നു? but God wanted me. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല ദൈവത്തിന്റെ വിഷയം. It doesn't matter what we say, that God doesn't worry about that. നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് ഇമ്പോർട്ടന്റ്. But the plan that God has for us, that's important to us. ഒരുപക്ഷെ ഇന്ന് ആദ്യമായിട്ട് ഇതിനകത്ത് വന്നവർ കാണും. There may be some people who are first time in this kind of meeting. ആരെങ്കിലും പറഞ്ഞത് കൊണ്ട് അവരെ ഒബ്ലൈ ചെയ്യാൻ വന്നവർ കാണും. There are some people that just because they just want to please people. പക്ഷേ ഞാൻ ഈ രാത്രി പറയാം, അത് യാദൃച്ഛികമല്ലാതെ ദൈവത്തിന്റെ പദ്ധതിയാണ്. But tonight I want to tell you that it just did not happen accidentally. It is plan of God. നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഒരു മുസ്ലിമിന്റെ ടെസ്റ്റിമണി അതിനകത്ത് കിടപ്പുണ്ട്. When you search on the internet, you can find a testimony of a Muslim convert. അദ്ദേഹം ചെറിയ പ്രായം തൊട്ട് ഖുർആൻ പഠിച്ച് നല്ല സമർത്ഥനായ ഒരു പ്രാസംഗികനായി. And he was, from his childhood onwards, he learned Quran very well, and he became very efficient and proficient. അവരുടെ മതപ്രഭാഷണങ്ങൾക്കൊക്കെ ഇദ്ദേഹത്തെ വിളിക്കുമായിരുന്നു. And the Muslims called him to preach Quran in their meeting. അദ്ദേഹത്തിന്റെ യുവത്വത്തിന്റെ എന്താ പറയുന്ന ആ ശക്തി കൊണ്ടല്ലെങ്കിൽ ആ ഹരം കൊണ്ടല്ലെങ്കിൽ അദ്ദേഹം എപ്പോഴും യേശു ദൈവമല്ല എന്ന് പ്രസംഗിക്കുമായിരുന്നു. And in his young age, because of his young life, he always said that Jesus is not God. എവിടെയൊക്കെ പോയി പ്രസംഗിക്കുമോ അവിടെയൊക്കെ അദ്ദേഹം പറയും യേശു ദൈവമല്ല. Wherever he goes, he used to preach that Jesus is not God. അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് വേദികൾ ലഭിച്ചു. And he got so many stages in Kerala. ഒരു ദിവസം അദ്ദേഹം ഒരു സ്ഥലത്ത് അങ്ങനെ പ്രസംഗിച്ചിട്ട് ഇറങ്ങുമ്പോൾ One day when he preached the same kind of message and he came out of the stage, ഒരു മനുഷ്യന് തുണ്ടുകടലാസ് അദ്ദേഹത്തിന്റെ കൈ കൊടുത്തിട്ട് one man gave him a piece of paper. അദ്ദേഹം അത് വായിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു, യേശു ദൈവം അല്ല എന്ന് നിങ്ങൾ പ്രസംഗിച്ചു. And in that paper it was written that you preach that Jesus is not God. അങ്ങനെയാണെങ്കിൽ യേശു ആരാണ്?
If that is so, who is the Jesus? ഈ ചോദ്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്തേക്ക് ഒരു അസ്ത്രം പോലെ കയറിപ്പോയി. When this question just hit him really bad, അദ്ദേഹത്തിന് സ്വസ്ഥതയില്ല. and he didn't have any peace with him. അദ്ദേഹം വീട്ടിൽ പോയിരുന്നിട്ട് ചോദിക്കാൻ യേശു ആരാണ്? And even if he went home and he had no peace, he kept on asking, who is Jesus? അദ്ദേഹം കൊണ്ടുനടന്ന വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ And from the same Quran, he read also യേശു ആരാണെന്നും who is Jesus, ഏകസത്യ ദൈവമാണെന്നും and he is the only one true God. ദൈവം പുള്ളിക്ക് മനസ്സിലാക്കി കൊടുത്തപ്പോൾ And when God made him understood even through Quran who is Jesus, ഏകസത്യ ദൈവം യേശുവാണെന്ന് അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. then he started preaching that Jesus Christ is the only truth. ദൈവം ഇല്ലെന്ന് ഞാൻ പറയുന്നത് ദൈവത്തിന്റെ വിഷയമല്ല. It doesn't matter to God that if I say there is no God. ഞാൻ ഈ രാത്രി പറയട്ടെ, നിങ്ങളുടെ ഇന്നലകളല്ല എന്റെ ദൈവത്തിന്റെ വിഷയം. Tonight I just want to tell you that your yesterday was not a problem for God tonight. നാളെ നിങ്ങളുടെ നാളെ എന്താണെന്നുള്ള ദൈവത്തിന്റെ വിഷയം. God is more interested in what is the tomorrow. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു, നാം പാപികളും അഭക്തരും ശത്രുക്കളും ആയിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു. That's the reason why the book of Romans says that when we were still in our sin, God loved us. ഇതിന്റെ പ്രാരംഭ വാക്യം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പഠിച്ചു നോക്കിയാൽ When we read the first word of the 5th chapter, അതിനകത്ത് എഴുതിയിരിക്കുന്നു, അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായി. it says that after that there was a festival of Jewish people. എന്നാൽ ലേവ്യ പുസ്തകം എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ലേവ്യ പുസ്തകത്തിന്റെ 21-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ 23-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ യഹോവയുടെ ഉത്സവങ്ങൾ. But if you study the book of Levi, we say that chapter 23 verse 1. Chapter 23 verse 1 says that the festivals of God. അത് യഹോവയുടെ ഉത്സവമായിരുന്നു. It was the festival of God. ഓരോ ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും ഇവര് ദൈവത്തിന്റെ സന്നിധിയിൽ അവരെ യാഗവസ്തുക്കളുമായിട്ട് വന്ന് വഴിപാടുകൾ ചെയ്ത് ദൈവവുമായിട്ടുള്ള ഉടമ്പടി ബന്ധം പുതുക്കിക്കൊണ്ടിരുന്നു. In every festival they used to come with the sacrifices and they meet with God and they renew the covenant with God. എല്ലാ ഉത്സവങ്ങളും ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ദൈവസന്നിധിയിൽ വന്ന് യഥാസ്ഥാനപ്പെടുക. And the festivals were used to come back and restore the relationship with God. ഓവർ പീരീഡ് ഓഫ് ടൈം ഇവിടെ വന്നപ്പോഴത്തേക്ക് യഹോവയുടെ ഉത്സവം യഹൂദന്റെ ഉത്സവമായി മാറി. And after some time, the festival of God became the festival of Jewish people. ഞാൻ പറയുമ്പോൾ നിങ്ങൾ പിണങ്ങുമായിരിക്കും. You may be not very happy with me when I say this. നിങ്ങൾ പിണങ്ങിയാലും എനിക്ക് അതിനകത്ത് വലിയ ബുദ്ധിമുട്ടുള്ള ആളല്ല. I don't really worry if you get mad at me. എനിക്കിന്നും പിണങ്ങാതെ കാര്യങ്ങൾ ഗ്രഹിക്കുമെങ്കിൽ നിങ്ങൾക്കും എനിക്ക് നല്ലതാണ്. And even if you don't get upset with me, if you understand what I'm trying to say, നമ്മുടെ സഭായോഗങ്ങളും നമ്മുടെ ആരാധനകളും പിന്നെ യഹോവയുടെ ഉത്സവമാണോ അതോ നമ്മുടെ ഉത്സവമാണോ? Most of our gatherings, our conventions and our meetings, just afterwards, if the God കൂടി വരുന്നത് when we gather together, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാനാണോ? do we come to seek the face of God? Amen. Amen. ഞാനൊരു നല്ല കാര്യം അമേരിക്കയിലും കാനഡയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. I saw one good thing in Canada and United States. പിണങ്ങണ്ട. Don't get upset. നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഏറ്റവും നല്ല സാരികൾ ഉടുക്കാൻ പറ്റിയ ഒരു അവസരമാണ് സൺഡേ. And Sunday is the best time you can wear your best clothes you brought from India. അല്ലാത്തപ്പോൾ ഉപയോഗിക്കാനേ പറ്റത്തില്ല. You cannot use this clothes any other time. ഈ 8,000-10,000 രൂപയുടെ കൊണ്ടുവന്ന് അലമാരി വെച്ചിട്ട് പിന്നെ ഈ ആരാധനയ്ക്ക് വരുമ്പോൾ കൊണ്ടുവന്ന 4 പേർക്കാണ്. Because if you spend that kind of money in India, it is Sunday is the only time you can wear it. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ കൂട്ടായ്മകൾ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാനാണോ അത് നമ്മുടെ ഉത്സവങ്ങളാണോ? I just wanted to ask you tonight, is this meeting time to seek the face of God or is our own festival? നമ്മുടെ ആദരവും സ്പ്ലെൻഡറും നമ്മുടെ സ്മാർട്ട്നെസ്സും ഒക്കെ ഡിസ്പ്ലേ ചെയ്യാനുള്ള വേദികളാണോ നമ്മുടെ ആത്മീയ കൂട്ടായ്മകൾ? I just wanted to ask you, is this the spiritual places are going to show our abilities and our talents? ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചിട്ട് കരയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? In any of these meetings when the Holy Spirit spoke to us, do we really enabling us to cry before God? ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ തൊടുമ്പോൾ നമുക്ക് കണ്ണീര് വരുന്നുണ്ടോ? When we read the word of God and the Holy Spirit touches our spirit, do we cry? അനുഗ്രഹമെന്ന് പറഞ്ഞിട്ട് തുള്ളി മറിയുന്ന ആത്മീയ ഗോളത്തെ നോക്കി ഞാൻ ചോദിക്കുക.
അനുതാപത്തിന്റെ ഒരു നിമിഷമെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടോ? And I just wanted to ask the people, those who say that they are blessed and they are so high in spiritual life, I just wanted to ask you, do you really think about your own life? അനുഗ്രഹം പറഞ്ഞാൽ നമ്മൾ ചാടും, അനുഗ്രഹം പറഞ്ഞാൽ കസേര മറിക്കും, അനുഗ്രഹം പറഞ്ഞാൽ കൈയടിക്കും, അനുഗ്രഹം പറഞ്ഞാൽ വേദികൾ ഇഷ്ടം പോലെ പ്രസംഗിക്കാനും കിട്ടും. And when we talk about the blessings, there are many people who support you and they will also be very happy about it. ദൈവസന്നിധിയിൽ വന്നിരുന്ന് പറയരുതാത്ത വാക്ക് പറഞ്ഞതോർത്ത്, ചെയ്യരുതാത്തത് ചെയ്തതോർത്ത്, കാണരുതാത്തത് കണ്ടതോർത്ത് ഒന്ന് കരയാനുള്ള മനോഭാവം നമുക്കുണ്ട്. When we come to the presence of God, can we think about the things we are not supposed to do, what we did, and the sinful life we have, do we cry about it? ശിംശോനെ പല പ്രാവശ്യം ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് വിടുവിച്ചു. Many times the Spirit of God came down to Samson and helped him. അവനെ കിട്ടിയിരുന്ന കയറുകളൊക്കെ പൊട്ടിച്ചു കളഞ്ഞു. And all the ropes that bound him, he struck off. പിന്നീട് ഒരിക്കലും ഇത് തന്നെ സംഭവിച്ചപ്പോൾ അവന് പഴയതുപോലെ ഫെലിസ്ത്യരെ തോൽപ്പിക്കാമെന്ന് ശിംശോൻ വിചാരിച്ചു. And again the same thing happened. Samson thought it will happen again. പക്ഷേ വചനത്തിൽ ഇങ്ങനെ എഴുതി, ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ടുപോയത് അറിയാതെ. The Bible says that he tried to do this thing again, but he did not know the Spirit of God has left him. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. I just wanted to tell you something. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോൾ വലിയ ശബ്ദവും സന്തോഷവും ബഹളവും ഒക്കെ ഉണ്ടാകും. The Spirit of God, when it comes on our life, there will be a lot of noise and lot of joy in coming. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോകുമ്പോൾ അത് ഗ്രീവ് ചെയ്ത് മിണ്ടാതെ പോകും, നമ്മൾ അറിയത്തില്ല. But I just want to remind you that when the Spirit of God leaves you, it just leaves you after the grieved spirit. എന്നാൽ അശുദ്ധാത്മാവ് വരുന്നത് ആരും അറിയത്തില്ല. But the evil, nobody knows, but when the evil spirit comes. അശുദ്ധാത്മാവ് വിട്ടുപോകുമ്പോൾ ഒരുപാട് ബഹളം ഉണ്ടാക്കിയിട്ടാകും. But when the evil spirit leaves, they make a lot of noise. ഞാൻ പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവിന്റെ ചെന്തിനായിട്ടുള്ള പേഴ്സണാലിറ്റി, And the gentle personality of the Holy Spirit, നമ്മെ അപമാനിക്കാതെയും മുറിപ്പെടുത്താതെയും ശാന്തമായി നമ്മളെ വിട്ടുപോകും. it leaves us without hurting us, without being ashamed. റിഡിക്യൂളിങ് us, നമ്മളെ റിഡിക്യൂൾ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. And God does not want to ridicule us. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. So because of that, don't think that whatever we do, all is perfect. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വരുമ്പോൾ When the Spirit of God comes to our life, അത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ്. it will give us a sensation about the sin and the righteousness of God. നമ്മളെ ആരും ഉപദേശിക്കണ്ട. Nobody needs to advise us. അവനാൽ പ്രാപിച്ച അഭിഷേകം നമുക്ക് സകലതും ഉപദേശിച്ചു തരുന്നു. And the anointing that we receive is already teaching us. പെട്ടെന്നുണ്ടാകുന്ന ഒരു ക്ഷോഭത്തിൽ, ഒരു ദേഷ്യത്തിൽ ഒരു പക്ഷേ നമ്മളെ ചെയ്യുകയോ സ്ക്രീൻ ചെയ്യുകയോ ചെയ്യുമായിരിക്കും. പക്ഷേ അടുത്ത നിമിഷം അത് ശരിയായില്ല എന്ന് നമ്മുടെ അകത്തുനിന്ന് നമ്മുടെ ഉപദേഷ്ടാവ് നമ്മളോട് പറയും. In the time of the heat, sometimes we yell and scream and get angry, but the next moment the Holy Spirit is reminding us that was not ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ when you read Genesis chapter 17, ദൈവം അബ്രഹാമുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ, when God makes a covenant with Abraham, അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എന്റെ മുൻപിൽ നിഷ്കളങ്കനായി നടക്ക. God is commanding Abraham, be upright before your own ആയിട്ട് നീ എന്റെ മുമ്പിൽ നിഷ്കളങ്കനായിരിക്കുക. and you walk before me blameless. നോക്കിക്കുക, ദൈവം പറയുന്നത് നീ ഒരു തെറ്റ് ചെയ്താൽ അത് ആദ്യം എന്റെ മുമ്പിൽ നീയാ പറയേണ്ടത്. And God is asking us, if you commit a sin, you come and tell God what thing. നമ്മുടെ പ്രതിയോഗിയായ പിശാച് സഹോദരന്മാരെ സദാ കുറ്റം ചുമത്തുന്നവനെന്ന് കുറ്റം ചുമത്താനല്ല, അതിനു മുമ്പേ അപ്പൊ ആ തെറ്റിപ്പോ എന്ന് പറയാനുള്ള മനസ്സ് നമുക്ക് വേണം. Before devil comes and accuse to God about us, you should come and tell God what you did. നമ്മളെ പറഞ്ഞു നീ എന്റെ മുമ്പിൽ. അപ്പോ പിശാച് വന്ന് പറയും ഇവൻ ഇന്നത് ചെയ്തു എന്ന് പറയുമ്പോൾ തമ്പുരാൻ പറയും അവൻ എന്നോട് പറഞ്ഞു ഞാനത് ക്ഷമിച്ചു. And when Satan comes and reminds God what he did or we did, and God says that I forgive him already. ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട്, കർത്താവിന്റെ ദാസൻ പ്രസംഗിക്കുന്ന അദ്ദേഹം വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രോഫറ്റാണ്.
അദ്ദേഹത്തിനോട് ഒരു ചെറുപ്പക്കാരനോട് ആലോചന പറയാൻ ഇങ്ങനെ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുക. And one day the prophet of God was speaking, and God is telling a message to a young boy before him. അദ്ദേഹത്തോട് ഈ പയ്യനോട് ഇന്ന കാര്യങ്ങൾ നീ പറയാൻ ദൂതിങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ആ കോൺഗ്രിഗേഷനിൽ ഇരുന്ന് ഇവൻ ഉറക്കെ അങ്ങ് പ്രാർത്ഥിച്ചു. And then when he was receiving the message for that boy, then this boy suddenly started praying loudly in the കർത്താവേ ഞാൻ തെറ്റിപ്പോയി, ഞാൻ അങ്ങനെ ചെയ്തു, നിനക്ക് ഇഷ്ടമില്ലാതെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇവനെ ഉറക്കെ പ്രാർത്ഥിക്കുക. Then he just started speaking that I did so many things, and he started confessing about his own life. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ ദേവദാസനോട് പറഞ്ഞു, ഞാനും അവനുമായിട്ട് ധാരണയിലായി ലീവില്ലല്ലോ. Suddenly the Spirit of God told him, myself and this boy already made a covenant together, so leave him alone, don't give him a ഞാൻ പറയുന്നത് നമ്മുടെ കൂട്ടായ്മകള് ദൈവവുമായിട്ടുള്ള ഉടമ്പടി ബന്ധം പുതുക്കുന്നതായിരിക്കണം. And I just want to remind you that our coming together, our fellowship together, it should be the one renewing our covenant with God. അപ്പൊ യഹോവയുടെ ഉത്സവം യഹൂദന്മാരുടെ ഉത്സവമായി മാറി. So the festival of God becomes the festival of Jewish people. യേശു യെരൂശലേമിലേക്ക് പോയി. And Jesus went to Jerusalem. യെരൂശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. And in Jerusalem there is a pond called Bethesda. അതിന് 5 മണ്ഡപങ്ങളുണ്ട്. And there are 5 pillars to it. 5 porches. അപ്പൊ ഇതിനെ കുറിച്ച് അങ്ങോട്ട് പറയുന്നത് ഏറ്റവും ഭയങ്കര മനോഹരമായിട്ട് ആർക്കിടെക്ചറൽ എക്സലൻസ് അവര് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് ഓരോന്നും. And in these 5 porches were really architecturally wonderful, so that the world can see it. എത്ര മനോഹരമായ ഈ മണ്ഡപങ്ങളുടെ കീഴെ കിടക്കുന്നത് മുഴുവൻ വ്യാധിക്കാർ, രോഗികൾ, ഉടന്തന്മാർ, കുരുടന്മാർ ഇങ്ങനെയുള്ളവരായി ധരിക്കരുത്. Even though it was wonderful and beautiful, the people lying down there were all sick people. I don't know how often you come to Kerala. നിങ്ങൾ കേരളത്തിൽ എത്ര അധികം വരുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇന്ന് കേരളത്തിലെ വീടുകൾ കണ്ടാൽ നമ്മളൊന്ന് ഞെട്ടിപ്പോകും. I don't know how many of you visit Kerala quite often, but the houses people live in Kerala is pretty amazing. I mean, ശരിക്കും അത് നമ്മുടെ കേരളത്തിന്റെ ഒരു അഭിമാനമാണെങ്കിലും മറുവശത്ത് ഞാൻ ഓർക്കും ദിവസമേ പാവങ്ങൾ പോയി ഗൾഫിലും അമേരിക്കയിലും കാനഡയിലും എല്ലാം ജോലി ചെയ്തേക്ക് കൊണ്ടിരുന്ന മുഴുവൻ കല്ലും മണ്ണുമാണ്. It's a wonderful thing to see that, but we can see that all that hard work we do here, it becomes cement. That യൗവനകാലം അധ്വാനിച്ചത് മുഴുവൻ കല്ലും കട്ടയും മണ്ണുമാക്കി വെച്ച് ഇപ്പറഞ്ഞ പോലെ കാണേണ്ടതാണ്. എന്തൊരു ഭയങ്കര ഭംഗിയാണെന്നറിയാം ഓരോ വീടിനും. പക്ഷെ ഇതിനകത്ത് കിടക്കുന്നത് മുഴുവൻ വ്യാധിക്കാരാണ്. But in these kinds of wonderful houses, people were sick people inside the house. ചോദിച്ചു കഴിഞ്ഞാൽ പറയും കൊളസ്ട്രോള്, and then people say that I have cholesterol, diabetes, pressure, arthritis. പണ്ടൊക്കെ പെന്തക്കോസ്തുകാരൊക്കെ മീറ്റിങ്ങിന് വരുമ്പോൾ കൂടുതലും വായനയിരിക്കുകയായിരുന്നു. ഇപ്പൊ ആർക്കും മുട്ടുമടക്കുകയല്ല. And the olden time the Pentecostal people used to sit on the floor, but they can't sit anymore. ഞാൻ പറയുന്നത് ദൈവത്തിന്റെ അടുത്ത് മുട്ടുമടക്കാത്തത് കൊണ്ട് കുറെ കഴിയുമ്പോൾ ഇത് മടങ്ങാതെ വരുന്നതാണ്. I just want to remind you, if you don't kneel down before God, it all things come to you. അപ്പൊ നമുക്ക് മടക്കാനൊരു അവസരം ഉള്ളപ്പോൾ ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കുകയാണെങ്കിൽ പിന്നെ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ മുട്ടുമടക്കേണ്ടി വരികയും. Opportunity to kneel before God, please do it. Although you don't have to do that. എത്ര ഭംഗിയുള്ളതാണെന്ന് പറഞ്ഞാലും ഇതിന്റെ അടിയിൽ കിടക്കുന്നത് മുഴുവൻ രോഗികളാണ്. തന്നെയല്ല ഈ ഇവിടെ കൊണ്ട് കിടത്തിയിരിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ എങ്ങും കിട്ടാഞ്ഞിട്ട് ഈ ദൂതൻ വന്ന് കുളം കലക്കി വെള്ളം കലക്കുമ്പോ ഒന്നാമത് ഇറങ്ങിയാൽ കിട്ടാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ വന്ന് കിടക്കുന്നവരാണ്. And it's such a beautiful place. You have people that are really sick, but the only reason why they are there, this is the only place that is available on the face of the earth. After they tried everything else, ഇവിടെ കിടന്ന സൗഖ്യമാകുമെന്നൊരു ഗ്യാരണ്ടി ഇല്ല. there is no guarantee that they going to be can heal. പക്ഷെ ബാക്കി എല്ലാ സ്ഥലത്തും പറഞ്ഞു സാധ്യത ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട്, but because many other places wherever they went, there is no possibility because of that they are here. ആദ്യമുണ്ടേ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് കിടത്തിയിരിക്കുന്നു. If you get lucky, you probably get healed. അതിന് ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്. There are many conditions to it. അതിന് ദൂതൻ ഇറങ്ങണം. And then the angel has to come down. ദൂതൻ വെള്ളം കലക്കണം. An angel has to come and stir up the water. എത്ര പേര് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ ഇറങ്ങണം. No matter how many people there, the first one is the only one get healed. അപ്പൊ ദൂതൻ വെള്ളം ഇറങ്ങുന്നതും വെള്ളം കലങ്ങുന്നതും നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല.
And if you don't know when the angel comes and stir up the water, you cannot get in there. ഇനി അതല്ല ഇതെല്ലാം നമ്മൾ കണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് വേറെ ആരെങ്കിലും ഇറങ്ങിയെങ്കിൽ അതൊന്നും പോയി. Even if you know all these things, and by the time you get there, someone else go before you. അപ്പൊ ഇങ്ങനെ സാധ്യതകളെ നോക്കിക്കിടന്ന് 38 വർഷം കിടന്ന ഒരു മനുഷ്യന്റെ. But this man was in all this kind of possibilities he was seeing every day, and 38 years he was there. അവിടെ ഇങ്ങനെ ഒരു സാധ്യത കാത്തു കിടന്ന മനുഷ്യൻ. And this man was waiting for a possibility. അവിടെ ഒരുപാട് പേരുണ്ടെങ്കിലും യേശു അവന്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. There are many people there, but Jesus went to this man. വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു, യേശു അവനെ കണ്ടു. Very clearly the Holy Spirit is showing that Jesus saw him. അവനിങ്ങനെ ആയിരിക്കും, ദീർഘകാലമായിട്ട് ഇങ്ങനെ ആയിരിക്കുന്നെന്ന് യേശു അറിഞ്ഞു. And also Jesus knew that he had been there for a long time in this position. ഞാൻ പറയട്ടെ, എത്ര കാലമായി നമ്മൾ സഫർ ചെയ്യുന്നെന്നുള്ളത് ആരോട് പറയേണ്ട, തമ്പുരാൻ അറിയാം. And we don't have to tell anybody that how long we've been suffering, but God knows. വാസ്തവമായിട്ടും നമ്മൾക്ക് എവിടെ തുടങ്ങി നമ്മുടെ വേദനകൾ, പരാജയങ്ങൾ, സങ്കടങ്ങൾ ഇതൊക്കെ അറിയാവുന്ന ഒരു ദൈവമാണ്. And there's a God who knows when we have started having these tragedies and painful life in our life. അപ്പൊ യേശു അറിഞ്ഞെന്നാ പറയുന്നത്. The Bible says that Jesus knew about it. ഇങ്ങനെ ദീർഘകാലമായിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞു. And Jesus knew that he has been in this position for a long time. യേശു അറിഞ്ഞു, യേശു ഇവന്റെ അടുത്ത് ചെന്നു. Jesus knew about it and he went down to him. എന്നിട്ട് യേശു അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ, you want to be made whole again? And Jesus asked him, do you want to be made well? ഞാനൊരു കാര്യം പറയാം, ഏറ്റവും വലിയ വഞ്ചന നമ്മളിങ്ങനെ പറയും, അയാൾ എന്നെ ചതിച്ചു, വേറൊരാൾ എന്നെ ചതിച്ചു, അല്ലെ ഹസ്ബൻഡ് ചതിച്ചെന്ന് ഭാര്യ, ഭാര്യ ചതിച്ചെന്ന് ഹസ്ബൻഡ് ഒക്കെ പറയും. ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത് self-deception, സ്വയം വഞ്ചിക്കും. I just want to remind you that the greatest deception is self-deception, not the other people deceive you. ആരൊക്കെ നമ്മളെ ചതിച്ചെന്ന് നമ്മൾ പറയുമ്പോഴും വാസ്തവമായിട്ട് നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുക. And when we kept on saying that in other people deceive you, or you are deceiving you. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 1:3:18 തോന്നുന്നു ഒരു വാക്യമുണ്ട്, അത് എടുത്തൊന്ന് വേഗത്തിൽ 1 Corinthians 3:18. വേഗത്തിൽ തന്നെ താൻ വഞ്ചിക്കരുത്. Do not deceive yourself. ആർക്കെങ്കിലും ജ്ഞാനി എന്ന് തോന്നുന്നുവെങ്കിൽ ജ്ഞാനിയാകേണ്ടതിന് അവൻ ഭോഷനാകട്ടെ. നമുക്കറിയാം, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് അപകീർത്തിക്കും. We know that when the situation comes, we analyze it. നമ്മൾ അതിനെ ഒന്ന് റിവ്യൂ ചെയ്തിട്ട് പറയും ഇന്നതുകൊണ്ടാണ്. We just come to a conclusion and we say that that's the reason why. ഇന്നത് ചെയ്താൽ രക്ഷപ്പെടും. And we also find a solution that if we do this, we'll be out of it. അതൊക്കെ നമ്മൾ പറയും ഇത് അങ്ങനാണെങ്കിൽ രക്ഷയില്ല. And we will say that, if we do this way, it may not be helpful. അതിനൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ ആശ്രയിക്കും. And we depend on many things. നമ്മുടെ ടെക്നോളജിയെ ആശ്രയിക്കും. And we depend on technology. നമ്മുടെ സയൻസിനെ ആശ്രയിക്കും. And science. നമ്മുടെ നിയമത്തെ ആശ്രയിക്കും. And also we depend on the legal. നമ്മുടെ റിലീജിയൻ അല്ലെ മതത്തെ ആശ്രയിക്കും. And the religion. ഇതൊന്നും നമ്മളെ സഹായിക്കത്തില്ല. None of these things will really help us. ഈ ഡോക്ടേഴ്സിന് വേണമെങ്കിൽ പറയാൻ നമുക്ക് ഇന്ന അസുഖം ഉണ്ട്. And the doctor can remind us that we have these kind of sicknesses. ഒരാളുടെ കിഡ്നി ഫെയിൽ ചെയ്തെന്ന് ഡോക്ടർക്ക് പറയാം. Doctor can say that this guy's kidneys are failed. പക്ഷെ ഇത് പ്രവർത്തിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. But they cannot make it work. നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്യാൻസർ ആണെങ്കിൽ ആ ഭാഗം മുറിച്ചു കളയാൻ ഇവരെ കൊണ്ട് പറ്റും, പക്ഷെ ഇവർക്ക് ഹീൽ ചെയ്യാൻ പറ്റില്ല. And we know that if there are some parts of our body have cancer, they can remove it, but they cannot heal it. ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, ഡോക്ടേഴ്സ് തന്നെ ആശയറ്റി വരുമ്പോൾ അവർ പറയും ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചോളാം. And many places I know that the doctor, there's no hope for doctors to remind you, now you can start praying. എന്നാ പിന്നെ നേരത്തെ പ്രാർത്ഥിച്ചോളാം പറഞ്ഞിരുന്നെങ്കിൽ ദൈവമെങ്കിലും നമ്മളെ സൗഖ്യമാക്കി. If the doctor, if they could remind us earlier, at least God could help us. അപ്പൊ നോക്കിക്കേ, ടെക്നോളജി നമുക്ക് പറയാം ഇന്നതുണ്ടെന്ന് പറയാം. But technology can always remind us that there is something. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഞാൻ അമേരിക്കൻ പ്രദേശത്തായിരിക്കുമ്പോഴാണ് കത്രീന എന്ന് പറഞ്ഞ ഭയങ്കര കാറ്റടിക്കുന്നത്. And I remember that when I was in the United States, this great wind came before Katrina. ആ കത്രീന അടിക്കുന്ന സമയത്ത്, കത്രീന എന്നുള്ള പദത്തിന്റെ എബ്രായ ഭാഷയിലെ അർത്ഥം
ദൈവത്തിന്റെ കാറ്റെന്നാണ്, ശുദ്ധീകരണത്തിന്റെ കാറ്റെന്നാണ്. And അറിയാതാണെങ്കിലും അവരങ്ങനെ തന്നെ അതിന് പേരിട്ടു. the real meaning of Katrina is the wind of God. wind of God. ദൈവത്തിന്റെ കാറ്റെന്നാണ് ഇതിൽ പറയുന്നത്, കത്രീന എന്നുള്ള പദത്തിന്റെ അർത്ഥം. പക്ഷെ ഈ കാറ്റ് ദൈവം അടിപ്പിച്ചെന്ന് അവർക്ക് എബ്രായ ഭാഷ അറിയാതെ തന്നെ ദൈവം അവരെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ചു. അതിന് ദൈവത്തിന്റെ ഒരു സ്തോത്രം പറയാറുണ്ട്. God made them say without knowing the language of Hebrews that is the wind of God. അപ്പൊ ഈ ഭയങ്കരമായ കാറ്റടിച്ചു വരുമ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ടതാ 245 മൈൽ പെർ അവർ കാറ്റ് വരുന്നുണ്ട്. And then they are saying that this wind is coming, the 245 kilometers an hour. അമേരിക്കൻ ടെക്നോളജി ഭയങ്കര. അപ്പൊ അവർ പറഞ്ഞു 245 മൈൽ വരുന്നു. അടുത്ത സെക്കൻഡിൽ പറഞ്ഞു അത് ഇപ്പോ കിഴക്കോട്ടുള്ള ഡയറക്ഷനാണ് എടുത്തിരിക്കുന്നത്. And because of the technology so great in the United States, it says that 245 miles per hour is going to the eastward. അത് മൂന്നാമത്തെ സ്റ്റേറ്റിലോട്ട് കയറിയാൽ 270 മാറി അതിപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ അടിക്കുന്നു. And the third stage is become like 270 miles per hour is going to the east and west side. ഇങ്ങനെ നമ്മളോട് ഇതിങ്ങനെ റണ്ണിംഗ് കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ടെക്നോളജിക്ക് ഇതിനെ ഒന്ന് നിർത്താവും. And after the comments keep on coming, but I wanted to ask you, the technology can stop this wind. ഈ കാറ്റ് അടിക്കുന്നു, കിഴക്കോട്ട് അടിക്കുന്നു, പടിഞ്ഞാറോട്ട് അടിക്കുന്നു, 350, 700, 250 ഇത് പറയുന്നതിന് പകരം നിന്റെ ടെക്നോളജി കൊണ്ട് ഈ കാറ്റിനെ പിടിച്ച് നിർത്താമെങ്കിൽ നീ നിർത്താം. And tonight I want to ask you that if you can stop this great wind, and if you know very well about the way it's going. എന്നാൽ എന്റെ യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കും. I just want to tell you that my Jesus can stop this wind and the sea. ഇളകി വരുന്ന തിരമാലകളെ നോക്കി എന്റെ യേശു പറഞ്ഞു അനങ്ങാതിരിക്കുക, അടങ്ങുക. And when my Jesus, when he saw the great wave coming, he said, be still. നമുക്കറിയാം നമ്മുടെ നാട്ടില് എന്താ ഭയങ്കര ഈ രാക്ഷസ തിരമാലകൾ അടിച്ചു വന്ന സമയത്ത് മനോരമക്കാരൻ അവരുടെ സപ്ലിമെന്റിനകത്ത് നല്ലൊരു പാട്ട് വിട്ടു. And when we know that there was once there were huge waves just flowing in the wind, വലിയൊരു കടൽക്ഷോഭം ഉണ്ടായതിന്റെ പേര് സുനാമി. സുനാമി. When the time of tsunami, the Manorama published that great pictures in the newspaper. ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ തെങ്ങിന്റെ മണ്ടേ കയറിയിരിക്കും. And one of the police officers was on the top of a coconut tree. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായിപ്പോയി. And I really like that. ഞാൻ ദൈവവിശ്വ 18 കൊല്ലം ദൈവവിശ്വെന്ന് തെളിയിച്ചാൽ നടന്നേച്ച് യേശു ദൈവമാണെന്ന് എനിക്ക് വേണ്ടി മരിച്ചെന്ന് പറഞ്ഞ് ഞാൻ വെച്ചപ്പം എന്റെ പേരും വെട്ടി ഞാൻ കുറ്റിയും പറിച്ചു പോയെന്നും പറഞ്ഞ് എന്നെ വിമർശിച്ച് ഇവര് നല്ല ഒരു കാറ്റും തിരമാലയും വന്ന് സുനാമി വന്നപ്പോ police officer at the And 18 years I believed that there was no God, and from that kind of life, and I believe, and the people who persecuted me for my present belief, and I saw the police officer sitting there, I really enjoyed. അതിന് സിംപിളി മനസ്സിലാക്കില്ല. നല്ല ഒരു തിരമാല വന്നാ നിങ്ങൾക്ക് ഇടിക്കാൻ ഒന്നിനും പറ്റത്തില്ല. And I just want to remind you, if a great wind comes, nothing, great flood comes, nothing can save you. അതേസമയം ഒരു സംഭവം അവിടെ നടന്നു. ഈ വലിയ സുനാമി അടിക്കുന്ന സമയത്ത് ചെന്നാനം എന്ന് പറയുന്ന കൊച്ചു തീരപ്രദേശത്തുള്ള ഒരു ചെറിയ ഒരു ചർച്ച്, പാവപ്പെട്ടവർ നടത്തുന്ന ഒരു കൊച്ചു മുറിക്കകത്ത് 5-8 പേര് ഒരു ദൈവദാസന് ഇരുന്ന് ജനതൊക്കെ അടച്ചിട്ടിരുന്ന് ആരാധിക്കുക. എല്ലാവർക്കും ഇപ്പൊ മോഹൻലാൽ വന്ന പ്രശ്നമില്ല, മമ്മൂട്ടി വന്ന പ്രശ്നമില്ല, ദിലീപ് വന്ന പ്രശ്നമില്ല, മൈക്ക് വെച്ച പ്രശ്നമില്ല, രാഷ്ട്രീയക്കാർ മൈക്ക് വെച്ച പ്രശ്നമില്ല. പക്ഷെ ദൈവങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ട് എല്ലാവർക്കും അലർജി. I just want to tell you that there is a public prohibition about the sound system for the film actors or the other media stuff. But if you worship God with the mic system or the PA system, there are problems there. ഭയങ്കര പ്രശ്നമാണ്. And there's a big problem there. അപ്പൊ അവര് പറഞ്ഞ് പാവങ്ങൾ പേടിച്ചിട്ട് ജനൽ അടച്ചിരിക്കുക, എന്നിട്ട് അതിനകത്തിരുന്ന് അവർ ദൈവത്തെ ആരാധിക്കും ഞായറാഴ്ച രാവിലെ. But when the tsunami was hitting, that this small church by the beach, they were worshiping God in just close their windows and doors. അവർക്കിങ്ങനെ ഭയങ്കര ഒരു ഇടി ഇങ്ങനെ ജനലെ വന്നിരിക്കുന്നു. They could hear that huge deep knock on the window. അപ്പൊ ഈ ദേവദാസനങ്ങ് ഭയന്നുപോയി. And the God servant got really afraid. അദ്ദേഹം ഓർത്തു ദൈവമേ ഈ ശബ്ദം കൂടിയതിന്റെ പ്രശ്നമായിരിക്കും. And he thought it was made because they were making so much noise and people are upset today. പതിയെ ഇങ്ങനെ കടൽ തുറന്ന് തലയിട്ട് നോക്കിയപ്പോ when he opened slightly the door and looked outside, അപ്പൊ ഭയങ്കര ഒരു കൂട്ടം ഓടി വന്നിട്ട് എല്ലാം നശിച്ചു കഥകൾ തുറക്കുക എന്ന് പറഞ്ഞ് ബഹളം വെക്കുക. And then he saw that group of people came and telling him that everything is destroyed, everything is gone, please open the door. അപ്പൊ അദ്ദേഹം നോക്കുമ്പോ മഴയില്ല, കാറ്റില്ല, ഒന്നുമില്ലെങ്കിൽ എന്താ നശിച്ചേ? And he looked at him, there's no wind, there's no rain and no wind, nothing, and he was wondering what happened. അപ്പൊ ഇവൻ ഓടി അകത്ത് കയറി.
and they just come right inside the worship place. ഒഴിക്കാനാത്തതിനുള്ള And you have to remember that these people never come to a worship place. പുറകെ നടന്ന് വിളിച്ചാൽ വരികയായിരുന്നു. And even if we go after them, they will never come there. ആരെയും ഒന്ന് പ്രാർത്ഥിക്കാൻ വിളിച്ച ഉടനെ അവൻ ചോദിക്കും നിനക്ക് സെമിത്തേരി ഉണ്ടോ? And if you invite somebody to the church, will ask you, do you have a cemetery? എന്ന് പറഞ്ഞിട്ട് ആകാനാണോ ഇങ്ങോട്ട് വിളിക്കുന്നത്? And he just wanted to be buried properly. അല്ലെങ്കിൽ ഞങ്ങളുടെ പള്ളി വലിയ സെമിത്തേരി ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മോശമാക്കും. പോട്ടെ, ഏതായാലും എല്ലാം കൂടി അകത്തില്ല. And they tell you in our church we have a big cemetery. Now this time everyone came inside this building. എന്താ പറയുന്നത്, ഹിന്ദുസും മുസ്ലിംസും അവിടെയുള്ള മറ്റു ക്രിസ്ത്യൻസ് എല്ലാം കൂടി അകത്ത് കയറി. All kinds of people from different religions. എന്നിട്ട് അവൻ അവിടെ ഇരുന്നുള്ള ഒരൊറ്റ നിലവിളി, And they all started yelling and saying that Jesus Christ. നീ പറഞ്ഞാൽ ഈ കാറ്റ് കടലും അനുസരിക്കും. And if you say you can stop this wind. ഭാസല്ല പറയുന്നത്, കൂടി വന്നാലും മുട്ടയിലെ മുഴങ്കാലിൽ നിന്ന് വിളിച്ചു പറയും, യേശുദേവാ നീ പറഞ്ഞാൽ ഈ കാറ്റും കടലും അനുസരിക്കും. And the people who came from outside, they were the ones just yelling at God. കണ്ടോ, ഇവരിങ്ങനെ വിളിച്ചു പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ആ തീരപ്രദേശം മുഴുവൻ ഈ സുനാമി നക്കിയെടുത്തോണ്ട് പോയി. And you know that all the people was just taken away by tsunami. ആലയത്തിന്റെ ഈ കെട്ടിടത്തിന്റെ സൈഡിൽ കൂടി ഇത് ശാന്തമായിട്ട് വന്ന് അവിടെ പുറത്തിരുന്ന 1-2 അലുമിനിയം പാത്രങ്ങൾ മാത്രം എടുത്തോണ്ട് ഇത് പോയി. As they were calling out God, the tsunami came and very quietly just took some pots and pans from the outside. എന്റെ തമ്പുരാന്റെ അധികാരമാണ്. Authority of the Lord Jesus Christ. എന്റെ തമ്പുരാന് സകലത്തിന്മേലും അധികാരമുണ്ട്. Jesus Christ has authority over everything. സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. And he said, I have been given authority over heaven and earth. അപ്പൊ നോക്കിക്കേ, ടെക്നോളജിക്ക് അതോറിറ്റി ഇല്ല, സയൻസിന് അതോറിറ്റി ഇല്ല, ലോയ്ക്ക് അതോറിറ്റി ഇല്ല, റിലിജിയൻ അതോറിറ്റി ഇല്ല, പക്ഷെ എന്റെ യേശുവിനുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ രക്ഷിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്. എനിക്കറിയാം എന്തോ ചെയ്യണമെന്ന്. അതുകൊണ്ട് പറയുന്നത് ഇങ്ങനെ, കുടുംബത്തിൽ വിഷയമുണ്ട്, എനിക്കറിയാം. ഞാൻ ഉടനെ ഡിവോഴ്സിന്റെ അച്യൂട്ട് മൂവ് ചെയ്യും. എനിക്ക് കുഞ്ഞുങ്ങളല്ല, എനിക്ക് മനുഷ്യനോട് ജീവിക്കണ്ട, ഞാൻ ഇയാളെ വെച്ചിപ്പോ ഞാൻ വേറെ കല്യാണം കഴിക്കും. എനിക്ക് പ്രശ്നമാണ്, എനിക്കറിയാൻ ചെയ്യണമെന്ന്, ഞാൻ മരിക്കാൻ പോവാം. നമ്മളെല്ലാം നമ്മളെ തന്നെ പലതും പറഞ്ഞ് വിശ്വസിപ്പിക്കുമ്പോൾ നാം സ്വയം വഞ്ചിക്കരുത്. ഞാൻ പറയുന്ന ആ ഡിസെപ്ഷൻ മാറിക്കഴിഞ്ഞെങ്കിലേ ദൈവപ്രതിമയെ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതെ കണ്ട് ഈ ലോകത്തിന്റെ ദൈവ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. മൈൻഡ് ബ്ലോക്ക് ചെയ്യുന്നത്. ആ മൈൻഡ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നതെല്ലാം ഇങ്ങനെയാ കാണുന്നത്. ഈ 38 മനുഷ്യർ മൂവി കിടന്ന ഒരു മനുഷ്യന്റെ സ്ഥിതിയും ഒട്ടും ഭേദമല്ല. അവരോട് ചോദിച്ചു, നിനക്ക് നിനക്ക് പൂർണ്ണമായി വരാൻ, നിനക്ക് പൂർണ്ണതയിലെത്താൻ നിനക്ക് ഇഷ്ടമുണ്ടോ, മനസ്സുണ്ടോ? നമുക്കങ്ങനെ നമ്മൾ വിചാരിക്കും, എന്തിനാ ഇങ്ങനെ ഈ 38 വെള്ളം കിടന്നവനോട് എന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? അണ്ടർസ്റ്റുഡ്, അവിടെ സൗഖ്യമാകാനല്ലേ അവൻ കിടക്കത്തില്ലല്ലോ. And you know that he doesn't want to get healed, he wouldn't be there. അപ്പൊ അവൻ സൗഖ്യമാകാൻ ഞാൻ കിടക്കുന്നത്. And he is there because he wants to get healed. അപ്പൊ അവൻ പിന്നെന്തിനാ യേശു അവരെ ചോദിച്ചത്? And we might probably wonder why he is asking that question. യേശുവിന് അവന്റെ മൈൻഡിൽ ഇരിക്കുന്നത് അവനെ കൊണ്ട് തന്നെ പറയുകയാണ്. And Jesus is trying to let him say what is in his mind. അവൻ ആദ്യം പറയുന്നത്, what he is saying, the first thing, എനിക്കാരുമില്ല. And he said, I have nobody. എനിക്കാരുമില്ല. I have nobody. എനിക്കാരുമില്ല. I have nobody. നമ്മളെല്ലാം പറയുന്നത് എന്നെ സഹായിക്കാൻ ആരുമില്ല. I have nobody to help me. ഞാൻ കഴിഞ്ഞ ദിവസം ജോയ്സ് മാറിന്റെ ഒരു മെസ്സേജ് നാട്ടി വെച്ചിങ്ങനെ കേൾക്കുമ്പോൾ ഒരുപാട് അത് കേട്ടിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്.
ഒരു പെൺകുട്ടിയെ അവളുടെ യൗവന പ്രായത്തിൽ ഒത്തിരി മോളസ്റ്റ് ചെയ്ത് അവളെ പീഡിപ്പിച്ച് അവളെ ജീവിതം മതിയാക്കിയ ഒരു കൊച്ച് അവളെ കൊണ്ട് നിങ്ങളുടെ ക്യാമ്പിൽ കൊണ്ടുവരും. And we were talking about a girl who was abused too many times in her young age, and they brought her into the Joy Meyer camp. ആ ക്യാമ്പ് റീഹാബിലിറ്റേഷൻ ക്യാമ്പിൽ കൊണ്ടുവരുമ്പോൾ ഇവൾ ആരോടും മിണ്ടത്തില്ല, ഇവള് ഭയങ്കര റിബലിയസ് ആണ്. And when she was brought to this safe house, and she was so rebellious. അവളുടെ ഉടുപ്പിന്റെ കൈ ഇത്രയും നീളമുള്ള കൈയുള്ള ഉടുപ്പാണ് അവൾ ഇട്ടിരിക്കുന്നത്. And she has a long sleeve shirt she is wearing. അപ്പോ ആ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ട് ദൈവദാസി ഇങ്ങനെ ഇവളോട് പറഞ്ഞു, ദൈവം എന്നോട് പറയുന്നു. And the God servant who was going to pray for her, and she said, God is telling me, ദൈവം നിന്നെ മറന്നിട്ടില്ല. and God is telling you that God did not forget you. He has not forgotten you. He has not forgotten. ദൈവം 3 പ്രാവശ്യം ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു. And 3 times she said like that. അത് കഴിഞ്ഞ് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവൾ ആ ക്യാമ്പിൽ കുറച്ചു നാള് താമസിച്ച് And they prayed for her, and she lived in the camp for a while. അതീ അവളുടെ ആറ്റിറ്റ്യൂഡിന് മാറ്റം വരാൻ തുടങ്ങി. And her behavior started changing. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ ഇത്തിരി ഫ്രണ്ട്ലി ആയി കഴിഞ്ഞപ്പോൾ Then she became a little friendly with other people. ഇവളുടെ ഉടുപ്പിന്റെ കൈ ഇങ്ങനെ പൊക്കി അവളെ കാണിക്കുകയാണ് ഇവരെ. And she is just showing him, pulling her sleeves and showing them. അതിൽ എഴുതി ടാറ്റു ചെയ്തിരിക്കുകയാണ്, God has forgotten me. And he is tattooed on her wrist that God has forgotten me. കണ്ടോ? ആരും കണ്ടില്ല. Nobody has seen it. പക്ഷേ അവളുടെ കയ്യിൽ അവൾ പച്ച കുത്തിയിരിക്കുമ്പോൾ, ദൈവം എന്നെ മറന്നെന്ന് പച്ച കുത്തിയിരിക്കുമ്പോൾ, അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം ആർക്കും വേണ്ടാത്ത ഈ പെൺകുട്ടിയെ നോക്കി പറയാണ്, ദൈവം നിന്നെ മറന്നിട്ടില്ല. When she herself just engraved in her own wrist saying that God has forgotten, but the God of heaven, all heaven and the earth is saying, മറക്കാത്തവനായ ദൈവം. never forget, even if everyone else forgets. ഒരു സ്ത്രീ തന്നെ കുഞ്ഞിനെ മറക്കുമോ? A woman can forget a child. അവള് മറന്നാലും ഞാൻ മറക്കാം. And I will never forget you, even if your mother forgets you. ആമേൻ. Amen. ഹല്ലേലൂയ. നമ്മൾ അറിയേണ്ടത് ഒത്തിരി കൈയടിച്ചോ ഒത്തിരി പാടിയോ ഒത്തിരി ചാടിയോ എന്നല്ല, ദൈവത്തെ കുറിച്ചൊരു അറിവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മളെ തള്ളിക്കളയാതെ നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ദൈവത്തെയാണ്. And not just because we are jumping or up and down and worshiping God, but we need to know that there is a God who loves us in the time of our trouble. ദൈവമെന്ന് പറയുന്നത് ആരാണെന്ന് നമ്മളൊന്ന് അറിയാമെങ്കിൽ, if we really know who is this God, നമ്മൾ പറയത്തില്ല എനിക്ക് ആരുമില്ലെന്ന് you പറയുന്നത്. will never say that I have nobody. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവം ആരാണെന്ന് നമ്മൾ അറിയുന്നത്, അതാണ് നമ്മുടെ ഇന്റിമേറ്റ് റിലേഷൻ വിത്ത് ഗോഡ് എന്ന് പറയുന്നത്. അതാണ് ആ ദൈവത്തെ കുറിച്ച് നമുക്കൊരു അറിവുണ്ടാകണം. The intimate relationship with God is that the knowledge of God, that He knows us. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഐ കൗണ്ടഡ് ഗാർബേജ്. And then Paul says that everything I count profitable because the knowledge of God, I have what Jesus Christ. ദൈവത്തെ കുറിച്ചുള്ള അറിവുണ്ടായപ്പോ എനിക്ക് ഇതൊന്നും സാരമില്ലെന്ന് ഞാൻ എന്നെ. When I have the knowledge of God, whatever my gains I count as loss. എന്റെ കൂടെ ഉള്ള എന്റെ ദൈവം ആരാണെന്ന് മനസ്സിലായപ്പോൾ അറിയാൻ കർത്താവ് എനിക്ക് തോന്നാ മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും. And when we will have that thinking in our minds that when God is with us, what can man do for us? ഒരു കർത്താവിന്റെ ദാസൻ അദ്ദേഹത്തിന്റെ സാക്ഷ്യം എന്നോട് ഇങ്ങനെ പറഞ്ഞു. One day God servant told me his testimony. സാധു കുടുംബത്തിൽ ജനിച്ചു വളർന്ന, And he was born and raised in a poor family. 3 ഡിഗ്രി എക്സാമിന് 5 പ്രാവശ്യം തോറ്റ്. And he failed 3 times the pre university exam. ഇംഗ്ലീഷിന് വെറും 5 മാർക്ക് മാത്രം കിട്ടിയ മനുഷ്യൻ. Only 5 marks he received for English language. യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ When he saw Jesus, God knows ദൈവവചനത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. and God changed his situation. അദ്ദേഹം ഒരു സ്കോളർഷിപ്പ് എടുത്ത് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി യോഗിച്ചോട് നാട്ടിൽ കൊറിയയിൽ പോയി. And he got a scholarship and wanted to take a doctorate and he went to Korea. അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ പേപ്പേഴ്സ് എല്ലാം നോക്കിയിട്ട് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു, നിനക്ക് MD ഞാൻ തരാം, നിനക്ക് ഡോക്ടറേറ്റിന് അപ്പിയർ ചെയ്യാൻ പറ്റത്തില്ല. After examining his papers, and they told him that you are not eligible for doctorate, you can only get a Master of Divinity. ഇദ്ദേഹം ഒന്ന് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി. മൈനസ് ടെമ്പറേച്ചറും പ്രോപ്പറായിട്ട് ക്ലോത്ത്സും ഇല്ല. അവിടെ ചെന്നിട്ട് എനിക്ക് ഡോക്ടറേറ്റും കിട്ടത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ദൈവമേ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഡെസ്പറേറ്റ് ആയി. പക്ഷേ ഈ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്
ഒട്ടും കോപ്പറേറ്റ് ചെയ്തില്ല. And then he was so frustrated in the subject of temperature, and he could not get the doctorate, and then he tried to convince the head of the department, but he wouldn't cooperate with him. അവിടെയൊക്കെ ഈ ട്രീ ഹൗസസ് ഉണ്ട്. അവിടെ പോയി ഒരു ട്രീ ഹൗസിൽ കയറി പുള്ളി അവിടെ കമന്ന് കിടന്നങ്ങ് കരയാം. And there are many tree houses, and he climbed into one of the tree houses, and he just started crying and praying. കരഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. And he cried, and finally he just left. അവിടുന്ന് എഴുന്നേറ്റ് പിറ്റേ ദിവസം രാവിലെ വന്ന് ഒന്നും കൂടി മനുഷ്യനോട് ചോദിക്കാമെന്ന് കണ്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് വരിക. And then he woke up and he thought one more time he might ask the head of the department. അദ്ദേഹം ഈ മനുഷ്യന്റെ മുമ്പിൽ ചെന്നു. And he went to him. ഈ മനുഷ്യൻ ഈ ദേവദാസനോട് പറയുകയാണ്, And this head of the department is telling this man, ഞാനാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എങ്കിൽ നിനക്ക് ഒരിക്കലും ഞാൻ സമ്മതം തരത്തില്ല. and he said, if I remain the head of this department, you will never get admitted here. പക്ഷെ ഇന്ന് മുതൽ ഞാനല്ല, But today onwards, I am not the head here. വേറൊരാളാണ്. There's another one. അയാളെ നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നീ പോയി ശ്രമിക്കണം. So if you are lucky, go and see him. ഒരു ഭക്തൻ നെടുമ്പാട് വീണ് കരഞ്ഞപ്പോൾ When there's the God servant, when he started crying, അധികാരിയുടെ സീറ്റ് ഇളക്കി മാറ്റിയിട്ട് വേറൊരാളെ കൊണ്ടിരുത്താൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. and the seat of the authority is shaken, and he put someone in favor of you. There is nothing impossible. എന്റെ ദൈവത്തിന് അസാധ്യമൊന്നുമില്ല. And my God, there's nothing is impossible for him. ആ ദൈവത്തെ അറിയുമെങ്കിൽ നീ പറയത്തില്ല എനിക്ക് ആരുമില്ല. If you know this God, you will never say that I have nobody. എന്റെ ആളുകൾ ഇങ്ങനെ ഒരാളോട് ഒളിച്ചോടി പോകുന്നു, പെൺകുട്ടികൾ ഒരു ചെറുക്കൻ്റെ കൂടെ ഓടിച്ചോടി പോകുന്നു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ഇട്ടേച്ച് ഓടിപ്പോകുന്നു. ഇതിന്റെ എല്ലാ കാര്യം എന്താ? പിശാചി പറഞ്ഞു കൊടുക്കുന്ന നിനക്ക് ആരുമില്ല, നീ ഓടിക്കോളാം. And there are girls, alone with people, and husbands, wives leave their house. Husbands, just because the reason why they think they have nobody. നിന്നെ സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവസാനത്തുള്ളി രക്തം ഊറ്റിക്കൊടുത്ത യേശുവിനെ നിനക്ക് അറിയാമെങ്കിൽ നീ ആരിലും ആശ്രയിക്കുക. If you really know Jesus, who shed the last drop of the blood for you, you will never never say that you have ഈ nobody. മനുഷ്യൻ പറയാം എനിക്ക് ആരുമില്ല. This man said, I have nobody. ഒന്നാമത്തെ കാര്യം അവൻ പറഞ്ഞു എനിക്ക് ആരുമില്ല. യജമാനനെ വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. One thing he said, when the water is stirred up, there's nobody there to help me to get into the pool. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു. And even if I try to go there, someone else go in front of me. യേശു കർത്താവ് അവനോട് പറഞ്ഞു നിന്റെ കിടക്ക എടുത്ത് നടക്കായി. And Jesus told him, rise, take up your bed and walk. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കേൾക്കുന്ന സത്യ സുവിശേഷം, I just want to ask you that the true gospel we hear today, ഈ സാധ്യതയില്ലാന്ന് നിന്റെ ജീവിതത്തിൽ പറയുന്ന എല്ലാ മേഖലകളിലും സാധ്യത വരാൻ മതിയായതാണ്. God's gospel is able to bring possibility in every impossible area of your life. അന്ന് വരെ സാധ്യതയില്ലെന്ന് അവന്റെ മനസ്സ് അവനെ വിശ്വസിപ്പിച്ചപ്പോൾ, His own mind made him believe that it is impossible for him. അവൻ കേട്ട ശബ്ദത്തിനകത്ത് അവനൊരു സാധ്യത പോസിബിലിറ്റി സെൻസ് ചെയ്തു. And he heard the voice we heard, he sensed there's a possibility there. Do you want എന്ന് ചോദിച്ചപ്പോൾ നിനക്ക് ആവശ്യമുണ്ടോ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവന്റെ പങ്ക്, ഇവൻ സൗഖ്യമാകുന്നതിനകത്ത് ഇവന്റെ പങ്ക് എന്താണെന്നൊരു ബോധ്യമാണ്. And when he heard that, do you want to get healed? Do you want? Then he understood that his part of faith responding to that question. അന്ന് അവൻ പറയുന്നത് എനിക്ക് പറ്റത്തില്ല, എന്നെ സഹായിക്കാനും ആരുമില്ല, എനിക്കിതിനകത്ത് ഒരു ഇതുമില്ല, ആരെങ്കിലും ചെയ്താൽ രക്ഷപ്പെടും. Up until that moment, he kept on saying that I have nobody. If somebody help me, I'll do it. ഇത് നോക്കിക്കേ, ദൈവശബ്ദത്തിന് മുമ്പിൽ അവന് മനസ്സിലായി ആരുമല്ല നീ മനസ്സ് വെച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. But that day he understood that in front of the voice of God, that nobody else but you are the one to put your mind in there. Hallelujah. 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 കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന സുവിശേഷം എല്ലാ മേഖലകളിലും നമ്മെ പെർഫെക്റ്റ് പൂർണ്ണതയുള്ളവരാക്കുന്നതാണ്. And I just want to say that the gospel we receive through Jesus Christ will make us, enable us to succeed in every area of our life. 32 വർഷം കിടന്നവൻ കിടക്കയെടുത്ത് നടക്കുമ്പോ, When the 30 years the guy was lying down, when he's saying he's better more, അവിടെയുള്ള യഹൂദന്മാര് പറഞ്ഞു, the Jewish people around him started talking about him. ഇന്ന് ശബത്ത്, അതുകൊണ്ട് കിടക്കയെടുക്കരുത്. Today is the Sabbath day, you cannot take up your bed. കണ്ട, ഇവരുടെ ന്യായപ്രമാണത്തിനകത്ത്
ശബത്ത് ദിവസം ചുമട് ആ വാതിൽക്കൽ കൂടെ കൊണ്ടുപോകരുതെന്നുള്ള നിയമം ഇവർക്കറിയാം. And the Jewish people knew that in their law, they are not supposed to do anything on the day of Sabbath. കണ്ടോ? അപ്പൊ ആ നിയമത്തിനകത്ത് ചുമടെടുക്കരുതെന്ന് പറയുന്നത് ആ നിയമം വെച്ചിട്ട് അവരുടെ റിലീജിയസ് ആ റൂള് വെച്ചിട്ട് അവൻ പിന്നെ കിടക്കാൻ ആവശ്യപ്പെടുമ്പോൾ And they are using the same religious rule or law and asking him to lie down again. ഒരു വശത്ത് ലോയാണ്, One side is the law, മറുവശത്ത് ലവ് ആണ്. and the other side the law. ലോയ്ക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ When the law cannot help you, ലവ് ക്യാൻ ഹെൽപ്പ് യു. the love of Jesus can help you. അതുകൊണ്ട് അവൻ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം എന്ന് പറയുന്നത്. That's the reason why he says that the love he loved is a great love. അവൻ നമ്മെ നോക്കി നമുക്ക് സൗന്ദര്യമുണ്ടോ, He never looked at it, are we beautiful people? നമുക്ക് കുടുംബ പാരമ്പര്യമുണ്ടോ, He never thought about our family background. നമ്മുടെ കാറ് BMW ആണോ ഓടിയാണോ, And he never looked at what kind of vehicle we drive. നമ്മളെ കറുപ്പാണോ വെളുപ്പാണോ, And our color. ഇതൊന്നും എന്റെ ദൈവത്തിന്റെ വിഷയം. And none of these things are the things for my God. ലോകം മുഴുവൻ നിന്നെ ത്യജിക്കപ്പെടും, നിന്നെ ഇറങ്ങി വന്നു സ്നേഹിച്ച ഒരു യേശുവുണ്ട്. That the whole world is deserting you, and there's a God, he came down, there's a God who came down. എന്റെ തമ്പുരാൻ വന്നത് ചരിത്രം തിരുത്താനാ. When Jesus came to this world to change the history of the world. എതേസ്തയുടെ ചരിത്രത്തിൽ ദൂതൻ ഇറങ്ങണം. And in the history of Bethsaida, the angel has to come. എതേസ്തയുടെ ചരിത്രത്തിൽ വെള്ളം കലങ്ങണം. And so in the history of Bethsaida, the water is need to be settled. എതേസ്തയുടെ ചരിത്രത്തിൽ രോഗി ഇറങ്ങണം. And then in the history of Bethsaida, the sick people have to go down. അതങ്ങനെയാണെങ്കിൽ ചരിത്രത്തെ രണ്ടായിട്ട് AD എന്നും BC എന്നും തിരിച്ചുകൊണ്ട് എന്റെ യേശു കർത്താവ് സ്വർഗ്ഗം ഉന്നതം വെടിഞ്ഞിറങ്ങി വന്നപ്പോൾ അവൻ പറഞ്ഞു ആരും ഇറങ്ങണ്ട, ഞാൻ ഇറങ്ങും. But when Jesus Christ dividing the whole ages in the AD and BC, and he said, nobody needs to go down, I will go down. കണ്ടോ? അന്നത്തെ ബെഥേസ്ദയുടെ ചരിത്രം പറഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങുന്നവൻ രക്ഷപ്പെടും. And the history of the Bethsaida said, whoever gets into the water first gets saved. എന്റെ യേശുവിന്റെ കാലഘട്ടത്തിൽ അവന്റെ ശബ്ദം കേട്ടനുസരിച്ചവര് രക്ഷപ്പെട്ടു. But the time of Jesus, those who heard his voice, they got saved. കണ്ടോ? അപ്പൊ റിലിജിയൻ അല്ല, ദൈവവചനമാണ്. Amen. But not the religion, but the word of God is our saving. നിങ്ങൾ ഒരിക്കലും എന്നോട് പറഞ്ഞത്. Don't get upset with me. I just want to tell you. I just want to tell you. നമ്മുടെ റിലീജിയൻ മതം നമ്മളെ ഉപദേശിക്കുന്ന അല്ല, ദൈവവചനമാണ് ഇമ്പോർട്ടന്റ്. But what the religion teaches us, but the word of God is important to us. ദൈവത്തിന്റെ വചനത്തിന് പ്രസക്തി. And the important thing is the God's word. ദൈവത്തിന്റെ ശബ്ദത്തിന് പ്രസക്തി. The voice of God is important. ദൈവത്തിന് ഒരാൾ മുണ്ട് ഇടത്തോട്ടെടുത്തോ. And God never worry about how you dress yourself. പിന്നെ മുസ്ലിംസ് ഇടത്തോട്ടം കണ്ട കൊടുക്കുന്നത്, ഇടത്തോട്ടെടുത്തോ. And some religious people, put it in different way. വേറൊരാൾ വലത്തോട്ടെടുത്തോ. And some people put it the other side. പെന്തക്കോസ്തുകാരെല്ലാം മീശ പഠിച്ചോ. And some people, all the Pentecostal people change themselves. ഷർട്ടിന്റെ എല്ലാം സ്ലീവ് നൂർത്തിട്ടോ. And then the Bible. മുണ്ട് മടക്കി കുത്താതിരുന്ന ഇതൊന്നുമല്ല ദൈവത്തിന്റെ വിഷയം. നീ ദൈവത്തിന്റെ വചനം അനുസരിച്ചോളണം. None of these things important to God. God is looking at if you follow the word of God. ദൈവം പറയുന്നത് നീ ദൈവത്തിന്റെ വചനം എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്കാം. God is saying that the word of God says that rise up and walk. ആ ശബ്ദം അവന്റെ അകത്ത് സാധ്യതകളെ കത്തിച്ചു കൊടുത്തപ്പോൾ, When that sound fire up many possibilities in his life. ആ ദൈവ ശബ്ദത്തിന് അവൻ കാത് കൊടുത്തപ്പോൾ, When he tuned his ears for God's word. അവന്റെ നാഡീ ഞരമ്പുകളിലൂടെ ദൈവശക്തിയായി കറങ്ങി. And the power of God started flowing into all parts of his body. അതുകൊണ്ട് വചനം പറഞ്ഞ അവൻ തന്റെ വചനമയച്ചവരെ സൗഖ്യമാക്കുന്നു. And the Bible says that he sent his word and healed them. ഈ രാത്രി ഞാൻ ഈ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്ലഡിനകത്ത് പ്രോബ്ലം ഉള്ള ഞങ്ങൾക്ക് സൗഖ്യമാകാൻ പോവാം. And tonight when I am ministering this word to you, there are people with a problem with your blood, and it's going to be healed tonight. ഇന്ന് കുറെ ആളുകളുടെ രോഗം സൗഖ്യമാകും. And tonight some people are going to get healed. ദൈവത്തിന്റെ വചനം നിങ്ങളിൽ ഇറങ്ങി വരുമ്പോൾ അത് ദൈവശക്തിയായി വ്യാപരിക്കും. And when the word of God comes to your life, it becomes the power of God. യേശുവിനെ തൊട്ടില്ല, Jesus never touched him. യേശുവിനെ കൈക്ക് പിടിച്ചില്ല. Jesus never held his hand. 38 വർഷം കിടന്നവന്റെ കാതുകളിൽ കേട്ട ദൈവശബ്ദം, And the guy who lay down at 38 years and he heard the voice of God. ദൈവശക്തിയായി പരിണമിച്ചു. And then became the power of God in his life. ഈ രാത്രി നീ കേൾക്കുന്ന ദൈവശബ്ദം, Tonight the sound you hear, the
God's voice, നിനക്ക് സാധ്യതകൾ തരുമെന്ന് നീ വിശ്വസിക്കുമെങ്കിൽ, if you believe God is going to make നിന്റെ ശരീരത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന രോഗബന്ധനം സ്വർഗമഴിക്കും. that's right, the God is going to take away every kind of the heat, the sickness in your life. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ ആരെങ്കിലും ശബ്ദവാക്യം പെട്ടെന്ന് വായിച്ചു. And please read Isaiah chapter 53, verse 4 and 5. വേഗത്തിൽ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. He bore our sicknesses. പിന്നെ നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചു, അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നുവെന്ന് വിചാരിച്ചു. ഈ ഇല്യൂഷന്റെ ഡിസപ്ഷൻ നമ്മൾ വിചാരിക്കും. And this is the deception or illusion that we think. ദൈവം അവനെ അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നെന്ന് നമ്മൾ വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. And he was stricken by and afflicted by our transgression. പിന്നെ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു. And he was bruised for our iniquity. നമ്മുടെ പാപം നിമിത്തം, because of our നമ്മുടെ അകൃത്യം നിമിത്തം, because of our transgression. അത് നിമിത്തം എന്റെ തമ്പുരാൻ മുറിവേറ്റവനായി തകർന്നവനായിരിക്കുന്നു. That's the reason why God became ruined and afflicted. അതുകൊണ്ടാണ് പറയുന്നത് അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. And by his stripes we are healed. എന്ത് സൗഖ്യമാണെന്ന് What kind of healing we are given? 103-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്ന സങ്കീർത്തനക്കാരൻ പറഞ്ഞ എന്മന്മേ ഹോവിയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എന്മന്മയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അടുത്ത വാക്യത്തിൽ എഴുതിക്കാം. 3-ാമത്തെ വാക്യം വായിച്ചു. അവൻ നമ്മുടെ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. എന്താ ഇത് ലോകത്തിൽ ആർക്കും ചെയ്തു തരാൻ കഴിയത്തില്ല. Nobody can do that in the world to forgive you. അവൻ നിങ്ങളുടെ അകൃത്യം മോചിക്കുമ്പോൾ നിങ്ങളുടെ രോഗം സൗഖ്യമാണ്. When God forgives your sin, you get your healing. അപ്പൊ നമ്മൾക്ക് പലപ്പോഴും അഫ്ലിക്റ്റഡ് ആകുന്നതിന്റെ കാരണം നമ്മുടെ ജീവിതത്തിലെ പാപ സ്വഭാവങ്ങളാണ്. And lot of times when we get afflicted or we're sick because of our sinful nature. കാൽവരി ക്രൂശിൽ ഒരു എക്സ്ചേഞ്ച് നടക്കുകയാണ്. നമ്മുടെ പാപം യേശു എടുത്തു, യേശുവിന്റെ നീതി നമ്മുടെ ജീവിതത്തിൽ വന്നു. In the cross of Calvary, we can see that there's an exchange is happening. He took our sins and the righteousness of God. ആ എക്സ്ചേഞ്ചിലൂടെ മാത്രമേ നിന്റെ പാപത്തിന് മോചനം കിട്ടത്തുള്ളൂ. And that through that exchange only you can get forgiven your ആ sins. ക്രൂശ് മരണത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. And that's the reason, to identify with the cross, the death of. To identify with the death of Jesus Christ on the cross. അതാണ് സ്നാനം എന്ന് പറയുന്നത്. പള്ളി പണിതത് കൊണ്ടോ കൺവെൻഷൻ നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒത്തിരി ഔദാര്യദാനം ചെയ്തത് കൊണ്ടോ ഒന്നും നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നില്ല. None of the charity work, none of the good work we have in our life is not going to help us. നമ്മുടെ യേശുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, when we receive Jesus, ഒരു കവനന്റിന് നമ്മൾ ഏർപ്പെടുമ്പോൾ, when we enter into a covenant with യേശു God, എന്റെ കർത്താവും രക്ഷിതാവുമാണെന്ന് നമ്മൾ പറയുമ്പോൾ, when we say that Jesus is my Lord and Savior, യേശു മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ, when I believe that Jesus died for me, എന്റെ പാപം യേശുവിലും and my sins go into Jesus, യേശുവിന്റെ നീതി എന്നിലും വരും. and His righteousness come to me. ഹല്ലേലൂയ. Amen. അതുകൊണ്ടാണ് ഇവിടെ ചോദിച്ചത്, നിനക്ക് do you want to be made whole again? നിനക്ക് പൂർണ്ണതയിലെത്തണം. അപ്പൊ പൂർണ്ണത എന്ന് പറയുന്നത് എന്താ? And that's the reason why He's asking here, you want to be whole again. 1 Thessalonians 5:23 ആരെങ്കിലും പെട്ടെന്ന് എടുത്ത് വായിച്ചു. 1 Thessalonians 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പം നമ്മുടെ എല്ലാ ഏരിയാസിലും ഇവിടെ ഇവനൊരു രോഗസൗഖ്യം ആഗ്രഹിക്കുന്നത്, പക്ഷെ ദൈവം അവന്റെ എല്ലാ മണ്ഡലങ്ങളിലും അവന് പെർഫെക്ഷൻ കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. And here this man only wants to get healed, but God wants to give
perfection in every area of his life. ഞാൻ ഒരു സെക്കൻഡ് നിങ്ങളുടെ ശ്രദ്ധയെ ഏതനിലേക്ക് കൊണ്ടുവരുന്നത്. I just want to take your reference in the Garden of Eden. അവിടെ നോക്കിക്ക് തമ്പുരാൻ കർത്താവ് പറഞ്ഞു, ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും for sure. And then God told them that the day you eat this, you will die. നിങ്ങൾക്കറിയാം അത് കഴിഞ്ഞ് 900 years ആദം ജീവിച്ചു. And you know that Adam lived after that 900 years more. അപ്പൊ ദൈവത്തിന്റെ ശ്വാസം ഊതിയ മനുഷ്യൻ, After the man who received the breath of God, ദൈവത്തിന്റെ ജീവൻ അവനിലുണ്ടായി, ദൈവത്തിന്റെ സ്പിരിറ്റ് അവനിലുണ്ടായി, and the Spirit of God became alive in him, അവനൊരു ജീവനുള്ള ദേഹിയായി മാറിയപ്പോൾ, and he became a living soul. മണ്ണുകൊണ്ടുണ്ടാക്കിയ ആ ശരീരമെല്ലാം നോക്കിക്കാൻ നമ്മുടെ ശരീരം പോലെ അത് ജീവനുള്ളതായി, അത് ഫ്ലഷ് ആയിട്ട്, ജീവനുള്ള ഫ്ലഷ് ആയിട്ട് മാറി. And then the body was created out of the dust, became flesh. അത് നോക്കിക്കുക. എന്നിട്ട് അവന് ദൈവത്തിന്റെ ആത്മാവ് അവനിൽ വന്നു, ഇവൻ ജീവനുള്ള ശരീരമായി തീർന്നു. അപ്പൊ അവനിൽ ഒരു പേഴ്സണാലിറ്റി, എ പേഴ്സൺ വാസ് ഫോംഡ്. When the Spirit of God came into him and he became a living body, that the personality was changed. അവിടെയാണ് ആദമിന് ഒരു വ്യക്തിത്വം ഉണ്ടായി. That's where Adam got an individuality in his life. അപ്പൊ ആദമിന് ആത്മാവ് വന്നു, And Adam received the ആദമിന് നമ്മളെ പോലെ ഒരു ശരീരം ലഭിച്ചു, Adam received the body. ആദമിന് ഒരു വ്യക്തിത്വം വന്നു. അതാണ് അവന്റെ ഈഗോ, അവന്റെ ഇൻഡിവിജ്വാലിറ്റി. And Adam got a personality that became his ego. ആ ഈ ഇൻഡിവിജ്വാലിറ്റിക്ക് ഉള്ളത് അതിനകത്തുള്ളതാണ് അവന്റെ ഇന്റലക്ട്. In that individuality, and he got intellect. അവന്റെ ഇന്റലക്ട്, അവന്റെ തോട്ട്സ്, And his thought, അവന്റെ ഇമോഷൻസ്, and his emotions, അവന്റെ വില്ല്. and his will. അപ്പൊ ഇന്റലക്ട്, വില്ല്, ഇമോഷൻ, ഇത് മൂന്നും കൂടെ കൂടുന്ന നമ്മുടെ പേഴ്സണാലിറ്റി. And intellect, will, and emotions become our personality. ഇത് മൂന്നും അവനിലുണ്ടായി. And all these three things became real in his ആ life. ഇൻഡിവിജ്വാലിറ്റിയാണ് അവൻ സ്വന്തം ഇഷ്ടത്തിന് പോയപ്പോഴത്തേക്ക് റിബല്യനായി മാറിയത്. That individuality became when he became rebellious. And so when he became his പാപം ചെയ്തപ്പോൾ ആദമിന്റെ ഇൻഡിവിജ്വാലിറ്റി ദൈവത്തോട് റിബൽ ചെയ്തു. And his Adam's individuality rebelled against God. അതുകൊണ്ടാണ് മനുഷ്യന് റിബല്യസ് നേച്ചർ അല്ലെങ്കിൽ സിൻഫുൾ നേച്ചർ മനുഷ്യനുണ്ടായി. And that's the reason why man got sinful nature or rebellious nature. In other words, ആദമിന്റെ DNA കറക്റ്റ് ആയി പോയി. Otherwise, the DNA of Adam became corrupt. ദൈവത്തിന്റെ ശ്വാസവും ദൈവത്തിന്റെ ജീവനും ഉണ്ടായിരുന്ന ആദമിന് ദൈവത്തിന്റെ DNA ആയിരുന്നു. When Adam had the breath of God and the life of God, and he had the DNA of God. അപ്പൊ ദൈവത്തോട് മത്സരിച്ചു കഴിഞ്ഞപ്പോ അവന്റെ DNA കറക്റ്റ് ആയി. And when he rebelled against God, his DNA got corrupted. അപ്പൊ ആദമിന് പാപ സ്വഭാവം ഉണ്ടായി. And then he started to have a sinful nature. നമ്മൾ യേശു കർത്താവിനെ സ്വീകരിക്കുമ്പോൾ, When we receive the Lord Jesus Christ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ when John chapter Gospel 6 the chapter, അതിന്റെ 40 ഇങ്ങനെ പറയുന്നു, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന അവന് നിത്യജീവൻ ഉണ്ടാകുമെന്ന് എന്റെ പിതാവിന്റെ ഇഷ്ടം. and my God's power, ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. my Father And this is the will of him that sent me, that everyone which sees the Son and believeth on him may have everlasting life. അപ്പൊ യേശു കർത്താവിന്റെ അടുത്ത് വരുന്നവനെ ലഭിക്കുന്നത് everlasting life ആണ്. And the people who come near to Jesus will receive the everlasting life. അപ്പൊ നോക്കിക്കേ, ലൈഫ് നഷ്ടപ്പെട്ടവൻ യേശുവിന്റെ അടുത്ത് വരുമ്പോൾ അവന് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ജീവൻ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, അവന് ജീവൻ കിട്ടി. And the people who lost their life, they receive life from Jesus. ഇനി പാപം ചെയ്ത് കഴിഞ്ഞപ്പോ, റിബൽ ചെയ്തപ്പോ ഇവന്റെ ഫ്ലഷിന് എന്ത് പറ്റി? ഫ്ലഷ് കറക്റ്റായി. When he contained in his life, his flesh got corrupted. നോക്കിക്കേ, അതുകൊണ്ടാണ് അതിന് ഡീകേ, ദ്രവത്വം ഉണ്ടായത്. That's the reason why we receive the decay into our flesh. എത്ര ഒക്കെ വിറ്റമിൻസ് കഴിച്ചാലും, and no matter how many vitamins tablets you eat, എത്രയൊക്കെ മുടി ഡൈ ചെയ്തുകൊണ്ട് നടന്നാലും, no matter how many times you dye your hair, ഏജിങ് നടന്നുകൊണ്ടിരിക്കുക. ഏജിങ്, and there's a process of aging happening in your പാപം ചെയ്ത മനുഷ്യന് ഏജിങ് വന്നു. And the one who committed sin becomes 80.
അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്തും പഴക്കം എത്ര ഓൾഡ് ആയി എന്നാണ് ചോദിക്കുന്നത്. And that's the reason why people ask you, how old are you? നിനക്ക് എത്ര പഴക്കമുണ്ടെന്ന്. How old are you? നമ്മൾ ഒരു കാർ ഇന്നലെ വാങ്ങിച്ചിട്ട് ഇന്ന് പറയുകയാണെങ്കിൽ പറയും 1 day old എന്നാ പറയുന്നത്. If you buy a car yesterday and we can say that today my car is 1 day old. അപ്പൊ ആ ഏജിങ് വന്നു. Because they start aging. അപ്പൊ ഈ മനുഷ്യൻ ഏജിങ് വന്നപ്പോൾ ഹോൾ പ്രപഞ്ചത്തിന് ഏജിങ് വന്നു. And when people start aging, the whole universe starts aging. അപ്പൊ മനുഷ്യന്റെ അകത്തെ ജീവൻ നഷ്ടപ്പെട്ടു, ബോഡിക്ക് ഏജിങ് വന്നു. ഇനി മൈൻഡ് എന്ന് പറയുന്ന അവന്റെ പേഴ്സണാലിറ്റി അല്ലെ ഈഗോ അത് റിബല്യസ് ആയി. And then the man got his mind got aged and his personality got aged. അപ്പൊ യേശു കർത്താവ് അകത്ത് വന്നപ്പോ ജീവൻ വന്നു. When Jesus Christ came to our life, then life became the life is alive. പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മളിൽ വന്നപ്പോൾ When the power of resurrection came to our life, നമ്മൾ മരിച്ചാലും നമുക്ക് റിസറക്ഷൻ ദൈവത്തിന്റെ ഓഫർ കിട്ടി. and as the dead people like us become resurrected. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് റോമൻസ് 8:11 ഞാൻ പറയുന്നത്, നിങ്ങളിൽ വന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിലുള്ള തന്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മധ്യ ശരീരത്തെയും ജീവിപ്പിക്കും. എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും ക്രിസ്തുവിൽ മരിച്ചവൻ കാലം ധരിക്കുമ്പോൾ No matter where you believe, and when you hear the sound of the trumpet, you will rise up because the resurrection power of Jesus will come to your life. മോക്തനായ മനുഷ്യൻ ഇമ്മോർത്തലാകുന്നു. And the mortal man become immortal. സ്പിരിച്വൽ എന്ന ഡെത്ത് സംഭവിച്ച മനുഷ്യന് ക്രിസ്തുവിന്റെ ജീവൻ വരുന്നു. And the spiritually died people will become alive in Jesus. ഇനി മൈൻഡ്, and then now mind, ഈ മൈൻഡ് എന്ത് ചെയ്യും? അത് റിപ്പന്റൻസ് കൊണ്ടും യേശു കർത്താവിലുള്ള വിശ്വാസം കൊണ്ടും ഈ മൈൻഡിനെ നമ്മൾ സറണ്ടർ ചെയ്യും. And our mind, because of the repentance and the faith in Jesus, we surrender our mind to Jesus. അപ്പൊ യേശുവിനെ സറണ്ടർ ചെയ്ത് കഴിയുമ്പോ പിന്നെ ഐ തിങ്ക്, നമ്മുടെ ഈഗോയിലും നമ്മളിങ്ങനെ പറഞ്ഞു ഐ തിങ്ക്, ഐ ഫീൽ, ഐ വോണ്ട്. When we submit ourselves, and we will never say I think, I feel, I want. നമ്മൾ ദൈവത്തെ അറിയാത്തപ്പോഴൊക്കെ പറയും ഐ വോണ്ട് ഇറ്റ്, ഐ തിങ്ക് ഇറ്റ് ഇസ് ലൈക്ക് ദിസ്, ഐ ഫീൽ. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഇന്റലക്ട്, നമ്മുടെ വില്ല്, ഇത് മൂന്നുമാണ് ഐ എന്ന് പറയുന്നത്. And because these emotions and will and intellect is enabling us to say the meaning. ദൈവവചനത്തിന് കീഴ്പ്പെട്ട് when we submit ourselves to the word of God, നമ്മൾ സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ, when we surrender ourselves to the Spirit of God, യേശുവിൽ വിശ്വസിച്ച് നമ്മൾ ഏറ്റുപറഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ, when we believe in Jesus and we confess our sin, നമ്മുടെ മൈൻഡിനകത്തും മാറ്റം വരും, സോളിനകത്തും മാറ്റം വരിക. and then in our mind and our soul become changed. ആ സോളിനകത്ത് ഇനി thy will be done. In that soul will be said that thy will be done. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കർത്താവേ, പക്ഷെ നിന്റെ ഇഷ്ടം നടക്കട്ടെ. And then in my life also there's I will say that let your will be done. ഇങ്ങനെ ഒരു കാര്യമുണ്ട്, പക്ഷെ ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല, ദൈവത്തിന്റെ ആലോചന പോലെ നടക്കട്ടെ. Not the way I think, but let the will of God happen in our life. ഇനി എനിക്ക് ഇമോഷൻസ് ഒന്നുമില്ല, whatever is the will of God, അത് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. എനിക്ക് സ്വന്തമായി ഇഷ്ടങ്ങളില്ല. And I don't want to have any of my own will, but let the will of God be happening. ഇപ്പൊ എനിക്ക് ഇഷ്ടമൊന്നുമില്ല, എന്റെ ഇഷ്ടം എന്റെ പിതാവിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. And now I don't have any will, but the will of my Father is my will. അതുകൊണ്ട് യേശു കർത്താവിന്റെ ഗെത്സമനയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, നോക്കിക്കേ, കളിമൺകൾ ഈ പാദയാത്രം നീക്കണമേ. And that's the reason why in the Garden of Gethsemane Jesus said, if you will, please remove this drink from me. അടുത്തത് ഒട്ടനെ പറഞ്ഞു, അവിടെ പുഷ്ടപ്പെടാതെ പറഞ്ഞു, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന പോലെയല്ല. But he says that not what I want, but what you will. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ അടുത്ത് വരുമ്പോൾ ഈ 3 മണ്ഡലങ്ങളിലും നമ്മൾ പെർഫെക്റ്റ് ആകാൻ ദൈവം ആഗ്രഹിക്കുന്നു. When Jesus comes to our life, in all these 3 areas of our life, we become perfect. That's what God wants us. ഈ മനുഷ്യന്റെ പാപം, ഇവൻ അറിയത്തില്ല ഇവന്റെ പാപം അവന്റെ വിഷയം. Now this man doesn't know the sin is his main problem. 14-ാമത്തെ വാക്യത്തിൽ 5:14 പറയുന്ന, യേശു അവരെ കണ്ടപ്പോൾ, ഇപ്പോൾ നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. In the 14th verse saying that now you got healed, but don't commit sin again. ഇനിയും ചെയ്യരുത്, പാപം ചെയ്യരുത്. Don't commit sin again. അപ്പൊ അവന്റെ ജീവിതത്തിലെ പാപം അവനെ കൊണ്ടുവന്ന് രോഗത്തിലാക്കി.
And the sin in his life made him become sick. അവന്റെ റിബല്യസ് ആയിട്ടുള്ള സോൾ അവനോട് പറഞ്ഞു അവൻ ഒരിക്കലും സാധ്യതയില്ല. And his rebellious soul told him there is no possibility for him. And അവൻ അത് ആക്സെപ്റ്റ് ചെയ്ത് അവിടെ കിടന്നപ്പോൾ When he accepted and then he lived there, കർത്താവ് അവന്റെ പാപം ഏറ്റെടുത്ത് and when Jesus took his sin കർത്താവിന്റെ ജീവൻ അവന് കൊടുത്ത് and he gave his life to ആ him, പുനരുത്ഥാനത്തിന്റെ ശക്തിയോട് ദൈവശബ്ദത്തിൽ അവൻ എഴുന്നേറ്റപ്പോൾ and when the resurrection power of life, power of Jesus came to his life, and he wake up, അവൻ rise up, കിടക്ക എടുത്ത് നടന്നു. and he took his bed and he fought. യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ When Jesus comes to our life, വെറുതെ ഒരു രോഗം സൗഖ്യമാക്കുകയല്ല, not just simply a healing, വെറുതെ നമ്മുടെ കരിയറിനെ ഹെൽപ്പ് ചെയ്യല്ല, not he's just simply helping us, നമ്മുടെ ആത്മാവും our spirit ആ ദേഹിയും and our soul നമ്മുടെ ശരീരവും എല്ലാം അനിന്യമായി കാക്കപ്പെടുവാൻ തക്കവണ്ണം and our body, and we keep it, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും and our body, spirit and soul. അത് മൂന്നേറിയായാലും പെർഫെക്ഷൻ ദൈവം തരും. And God Jesus perfect in all his അത് creation. യേശു കർത്താവിന് മാത്രമേ ചെയ്യാൻ. Only Jesus Christ can do that for ഈ you. മൂന്നേറിയ അവന് പെർഫെക്ഷൻ വന്നപ്പോൾ അവൾ ചാടി എഴുന്നേറ്റു. When he received perfection in all these three areas, he just rise up. അന്ന് വരെ അവനെ കംഫർട്ട് ചെയ്തുകൊണ്ട് കിടത്തിയ മെസ്സി അവനെടുത്തു. And after that time, the parents that comforted him, he took that bed. അവനതും എടുത്താൽ നടന്നു. And he started walking with that bed. യഹൂദന്മാർ പറഞ്ഞു ഇന്ന് ശബത്താണ് നീ കിടക്കെടുത്ത് കിടക്കെ. And the Jewish people reminded him today, Sabbath, that you cannot touch the bed. അവനിപ്പോ ഭയങ്കര ബോൾഡാണ്. And now he is bold. അവൻ പറഞ്ഞു എന്നെ സൗഖ്യമാക്കിയവൻ പറഞ്ഞു But he said, the one who healed me told me to take up the bed. കിടക്കയെടുത്ത് നടക്കാം. To take up the bed and walk. അങ്ങനെയാണ് ദൈവ ശബ്ദത്തിന് കാത് കൊടുക്കുമെങ്കിൽ If it is so, if you give ear to the voice of God, ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാൻ അനുവദിക്കുമെങ്കിൽ and if you let the word of God work in our life, കഴിഞ്ഞ നാളുകളിൽ നിന്നെ തകർത്ത മണ്ഡലങ്ങൾ and all in the past, in the areas where you were broken, നിന്നെ കിടപ്പിലാക്കിയ മണ്ഡലങ്ങൾ and the places where you've been lying down, നിനക്ക് രക്ഷയില്ലെന്ന് നിന്നോട് പറഞ്ഞത് and the sound you received that you are helpless, അതിന്റെ ചരിത്രം മാറ്റാൻ പോവാ. and tonight that history is going to be changed. ബെഥേസ്ദയിൽ And in Bethsaida, ആദ്യമായിട്ട് the first time, ഒരു മനുഷ്യൻ കരയ്ക്ക് വെച്ച് സൗഖ്യമായി. and one time this man is going to get healed, not in the pool, outside the pool. ദൈവവചനം ശ്രദ്ധിക്കുമെങ്കിൽ If you listen to the word of God, യേശു കർത്താവ് നിന്റെ ജീവിതത്തിലൂടെ മൂവ് ചെയ്യാൻ അനുവദിക്കുമെങ്കിൽ and if you let Jesus Christ move in your life, കാൽവറിയുടെ ചരിത്രം മാറ്റിക്കൊണ്ട് and tonight we can change the history of Calvary, നിന്നെ ഈ പട്ടണത്തിൽ നടത്താൻ എന്റെ ദൈവം വിശ്വസിക്കുന്നു. and He can make you walk in the city. ഈ പട്ടണം നിന്നെ അപമാനിക്കാൻ ശ്രമിച്ചെങ്കിൽ, If the city tries to ridicule ഈ you, പട്ടണം നിന്നെ രോഗിയാക്കാൻ ശ്രമിച്ചെങ്കിൽ, and the city tries to make you ഈ sick, പട്ടണം നിനക്ക് നിരാശയും ദുഃഖവും അപമാനവും തന്നെങ്കിൽ and then if the city gave you grief in your life, എന്റെ യേശു അത് മാറ്റിയിട്ട now my Jesus can change it. നോക്കിക്കേറി അവരുടെ മുൻപിൽ And then in front of all these റിഡിക്യൂൾ ചെയ്തവരുടെ മുൻപിൽ, in front of the people who ridicule you, നിന്നെ പഴിവറിഞ്ഞവരുടെ മുമ്പിൽ, and the people who reproach you, നീ ഭാഗ്യദോഷിയാണെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, and the people who told you there's no luck in your life, നിന്റെ വിധിയാണെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, and it is your people who said നിനക്ക് നടക്കത്തില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, and nothing is going to happen in your life. നീ ശരിയാകത്തില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ You'll never be all right in your life. എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി യേശു And വിശ്വസിക്കുന്നു. tonight Jesus can make you rise up. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ചുറ്റുമുള്ളവർ പറയുന്നതല്ല, Not just what people around you say. എന്റെ യേശു പറയുന്നത് നടക്കാൻ. And what about my Jesus saying? ഈ രാത്രി നിനക്ക് വിശ്വസിക്കാമോ? Can you believe it tonight? യാദൃശ്ചികമെന്ന് ഒന്ന് And not just ഈ ഒരു ചെറിയ കൂട്ടായ്മയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത് and the presence of God is coming down. നിന്റെ കണ്ടീഷൻ ഒന്ന് മാറ്റാനാ. And you will change your condition tonight. ഞാൻ ഈ രാത്രി ഒരു ദൂത് വിളിച്ച് പറയട്ടെ. And tonight I just want to give you a message. ഇവിടെ ഇരിക്കുന്ന ചിലര് പുറമെ ചിരിക്കുമ്പോഴും അകമേ കരയുന്നവരാണ്. And there are few people here when you smile outside, but there's a cry in your life. നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ തുടച്ചു മാറ്റാൻ യേശു മതിയായി. And you can remove your personal sorrow. അവനോട് ഒറ്റ ചോദ്യമേ ചോദിച്ചോളൂ. Only one question is asking. നിനക്ക് പൂർണ്ണത വരാൻ
നിനക്ക് സമ്മതമുണ്ടോ? Are you willing to receive your purpose in your life? യേശുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നിനക്ക് സമ്മതമുണ്ടോ? Are you willing to submit yourself in the hands of Jesus? ഒരു പക്ഷേ നീ നേർച്ചകാഴ്ചകൾ കഴിച്ചവരായിരിക്കും. You probably did so many sacrifices in your life. കേരളത്തിൽ ഞാൻ പോകാത്ത ഒറ്റ ക്ഷേത്രങ്ങളില്ലായിരുന്നു. ഒരൊറ്റ ടെമ്പിൾ പോലും ഞാൻ പോകാത്തില്ലായിരുന്നു. There is no temple, there is no temple or what. ഞാൻ കഴിക്കാത്ത പൂജകളില്ലായിരുന്നു. And I did all kinds of prayers and sacrifices. എല്ലായിടത്തും പോയി എന്റെ കുടുംബത്തിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാര സൊല്യൂഷൻ ഞാൻ അന്വേഷിച്ച. And I tried to seek a solution for the problem for my life. ഒന്നിനും അവർക്ക് വിടുവിക്കാൻ കഴിയും. But none of these things ever helped me to get out of it. When I turned to my Lord, എന്റെ യേശുവിനോട് ഞാൻ തിരിഞ്ഞപ്പോൾ When I turned to my Jesus Christ, മനുഷ്യന് കഴിയാത്തത്, and the thing that പണത്തിന് കഴിയാത്തത്, and the thing that വിദ്യാഭ്യാസത്തിന് സ്വാധീനത്തിനും കഴിയാത്തത് and the education influence could not do, എന്റെ യേശുവിന് കഴിയും. what Jesus could do. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. ഈ രാത്രി Tonight, ഒരു മതപരിവർത്തനമേ അല്ല പറയുന്നത്. I am not asking you to change. പെന്തക്കോസ്താകാൻ അല്ല പറയുന്നത്. I'm not asking you to convert. പെന്തക്കോസ്താകാൻ അല്ല പറയുന്നത്. I'm not saying to asking you to change. പക്ഷേ ദൈവശബ്ദത്തിന്റെ മുമ്പിൽ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാകുമെങ്കിൽ I'm just asking you to submit yourself to the word of God and the voice of God. കണ്ടീഷൻ മാറ്റാൻ എന്റെ ദൈവം മതിയാണ്. And God can change your condition. ലോകത്തിൽ ആർക്കും പറ്റിയില്ലെങ്കിൽ, Nobody can do it tonight. ഒരു സയൻസിന് പറ്റിയില്ലെങ്കിലും, If the science could not do it, ശാസ്ത്രത്തിന് പറ്റിയില്ലെങ്കിലും, science could not do it. ലോയ്ക്ക് പറ്റിയില്ലെങ്കിൽ, If the law could not ഒരു do it, റിലിജിയനും പറ്റിയില്ലെങ്കിൽ, if the religion could not do it, എന്റെ യേശുവിന് കഴിയും. my Jesus could do ഒരു it. നിമിഷം കണ്ണുകളെ അടയ്ക്കാം. Oh, it just close our eyes. എന്ത് വിഷയമായിക്കൊള്ളട്ടെ, No matter whatever എന്ത് God is saying, വിഷയമായിക്കൊള്ളട്ടെ, no matter whatever is the എന്ത് problem, വിഷയമായിക്കൊള്ളട്ടെ, no matter whatever, ഈ രാത്രി യേശു അത് ചെയ്യും. tonight Jesus is ഞാൻ അവന്റെ going to do it. ശബ്ദത്തിന്റെ കാത്തു കൊടുക്കുകയാണ്. And I will give my ears to this. സാധ്യതയില്ലെന്ന് ലോകം പറഞ്ഞെടുത്ത്, When the people said there is no possibility, സാധ്യതയില്ലെന്ന് സമൂഹം പറഞ്ഞെടുത്ത്, when people said there is no possibility, സാധ്യതയില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞെടുത്ത്, when the doctor said there is no എന്റെ possibility, യേശുവിന് കഴിയും. my Jesus will എനിക്ക് do it. യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. My Jesus will do യേശുവിനെ it. ഏൽപ്പിച്ചു കൊടുത്താൽ മതി. Tonight, ഞാൻ തയ്യാറാണ്. I am willing. എനിക്ക് ഏത് മതമാണെന്നുള്ള വിഷയം, It doesn't matter what യേശു religion I എന്റെ am. രക്ഷകനാണ്. Jesus is my യേശു എന്റെ കർത്താവാണ്. Jesus is my ഇനി Lord. അവൻ പറയുന്നത് പോലെ ഞാൻ കാര്യങ്ങൾ ചെയ്യാൻ പോകും. I am going to do what He says to me. അങ്ങനെ പറയാൻ എത്ര പേര് തയ്യാറാണ്? How many of you willing to do that tonight? ഹല്ലേലൂയ. Hallelujah. പറ്റി മുന്നോട്ട് വരാമോ? Oh, maybe I just ask you to come forward. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും പറയട്ടെ. Let all right. ഒരു നിമിഷം ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നമുക്കൊന്ന് പുതുക്കാം. Let's start with 1 minute of relationship. ദൈവമായിട്ടുള്ള ഒരു ബന്ധം നമുക്കൊന്ന് പുതുക്കാം. Just renew our relationship with God. നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. Just come and submit ഈ ourselves. അവിശ്വാസമുള്ള മുണ്ടനകള്, And there are many unbelief here. എവിടെയെങ്കിലും നിനക്കൊരു അവിശ്വാസം വന്നെങ്കിൽ, Is there any unbelief in your life? എവിടെയെങ്കിലും നിന്റെ സാഹചര്യത്തെ നോക്കിയിട്ട് Yeah, and you look at your situation. അത് നടക്കത്തില്ലെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, And if you ever thought that's going to നിന്റെ happen, മനസ്സിൽ നിന്ന് അതൊന്ന് മാറ്റിയിട്ട് just remove that from എന്റെ your mind. യേശുവിന് കഴിയും. യേശുവിന്റെ കയ്യിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ ഈ രാത്രി പോവുകയാണ്. രോഗശാന്തി ഇവിടെ നടക്കും. വിശേഷിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ബ്ലഡിനകത്ത് പ്രോബ്ലം ഉണ്ട്. And then the Spirit of God specifically told me there are people, problems in your blood. അതിന്ന് രാത്രി ദൈവം സൗഖ്യമാക്കാൻ And God is going to heal that tonight. തമ്പുരാൻ നിന്നെ തൊടും. And Jesus is going to heal. യേശുവിന്റെ ശബ്ദം നിങ്ങൾ ക്രിയ ചെയ്യുമ്പോൾ, And then Jesus, the voice of God ദൈവശക്തി നിങ്ങൾ വ്യാപരിക്കുമ്പോൾ, and then the sound of God in your life. നിന്റെ ആ ശബ്ദം ശക്തിയായി വ്യാപരിക്കാൻ പോവുകയാണ്. And the voice of God is going to become powerful in your life. ദൈവത്തിന്റെ ശബ്ദം ദൈവത്തിന്റെ പവറായിട്ട് മാറാൻ പോവാണ്. The voice of God becomes power in your life. നമ്മുടെ ശരീരമണ്ഡലങ്ങൾ, And our physical life. നേഴ്സിന് പ്രോബ്ലം ഉള്ള ചിലരെ ദൈവം സൗഖ്യമാക്കും. ഇന്നലെയും പറയുന്നു, ഇന്നും പറയും. And there are some people with the problems with their nervous system and going to get healed. ദൈവം അവരെ സൗഖ്യമാക്കാൻ പോവുകയാണ്. And God is going to heal tonight. ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേര് തയ്യാറാകും? How many of you are willing to submit your എല്ലാ കരകളും അടയട്ടെ. Let all rise before എല്ലാ you. കരങ്ങളുടെ മുകളിലേക്ക് വീഴട്ടെ. And let all the hands be raised now. ഏൽപ്പിച്ചു കൊടുക്കാം. Yes. I can say no all is done. God, I know my future. Life is worth living just because He lives.
Let me go here.